ഹായ്, നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും വെൽക്കം. നമ്മൾ ഇങ്ങനെ ഒരു ലൈവ് സെഷൻ വെച്ചിരിക്കുന്നത് വരുന്ന മിഡ് ടേം എക്സാം, അതായത് ക്രിസ്മസ് എക്സാമിന് വേണ്ടിയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ ഒന്ന് റിവൈസ് ചെയ്തിട്ട് അതിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഏത് മോഡലാണ് ക്വസ്റ്റ്യൻസ് വരിക എന്നൊക്കെ നോക്കിയിട്ട് പോവുക എന്നുള്ളതാണ് ഈ ഒരു ലൈവ് സെഷൻ കൊണ്ട് നമ്മൾ മീൻ ചെയ്യുന്നത്. സോ ഞാനിവിടെ PPT ഷെയർ ചെയ്യും, നിങ്ങൾ അത് കാണുന്നുണ്ടോ ഇല്ലയോ എന്നും കൂടെ ഒന്ന് റെസ്പോണ്ട് ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് ഈ എക്സാമിന് നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യേണ്ടത് യൂണിറ്റ് 3 ആൻഡ് 4 ആണ്. യൂണിറ്റ് 3 വരുന്നത് ഗ്ലിംസസ് ഓഫ് നേച്ചർ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ആ ചാപ്റ്ററിൽ നമുക്ക് ആ യൂണിറ്റിൽ നമുക്ക് 3 ചാപ്റ്റേഴ്സ് വരുന്നുണ്ട്. ഒന്നൊരു പോയമാണ് ഫസ്റ്റില്, ദ മൗണ്ടെയിൻ ആൻഡ് ദ സ്ക്വിറൽ എന്ന് പറയുന്ന ഒരു പോയമാണ് ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഈ പോയം എഴുതിയിരിക്കുന്നത് റാൽഫ് വാൽഡോ എമേഴ്സൺ ആണ്. അപ്പൊ നമ്മൾ ഏതൊരു ചാപ്റ്റർ പഠിക്കുമ്പോഴും ഫസ്റ്റ് അതിന്റെ ഓതർ, അത് എഴുതിയത് ആരാണ് എന്ന് നമ്മൾ പഠിച്ചു വെക്കണം. അപ്പോൾ ദ മൗണ്ടെയിൻ ആൻഡ് ദ സ്ക്വിറൽ, മലയും അണ്ണാനും എന്ന നെയിമിലുള്ള ഈ ഒരു പോയം എഴുതിയിരിക്കുന്നത് റാൽഫ് വാൽഡോ എമേഴ്സൺ എന്ന് പറയുന്ന പോയറ്റാണ്. ഈ പോയം എന്താണ് ഞാൻ ചുരുക്കി എന്ന് പറഞ്ഞു തരാം. സിമ്പിൾ പോയമാണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഏറ്റവും ചെറിയ, പഠിക്കാൻ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള പോയമാണ് ദ മൗണ്ടെയിൻ ആൻഡ് ദ സ്ക്വിറൽ എന്ന് പറയുന്ന ഈ ഒരു പോയം. ഈ ഒരു പോയത്തിൽ 2 ആളുകളാണ് വരുന്നത്. ഒന്ന് ഒരു മൗണ്ടെയിനും അതുപോലെ തന്നെ ഒരു സ്ക്വിറലും. മൗണ്ടെയിനും സ്ക്വിറലും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ആണ് ഈ ഒരു പോയം. ഒരു സംഭാഷണം, അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന കാര്യമാണ് പോയം. അപ്പൊ ആദ്യം മൗണ്ടെയിനും സ്ക്വിറലും കണ്ടുമുട്ടുന്നിടത്ത് ഒരു ക്വാറൽ നടക്കുകയാണ്. ക്വാറൽ എന്ന് പറഞ്ഞാൽ ഒരു വഴക്ക് നടക്കുകയാണ്. ഈ വഴക്ക് എന്താണെന്ന് വെച്ചാൽ മൗണ്ടെയിൻ പറയാണ്, ഈ സ്ക്വിറലിനോട് പറയാണ്, നീ ചെറുതാണ്, ഞാൻ വലുതാണ്. അതായത് മൗണ്ടെയിൻ വലുതാണ് എന്നുള്ള രീതിയിൽ സംസാരിക്കുകയാണ് സ്ക്വിറലിനോട്. അപ്പൊ സ്ക്വിറൽ പറയുന്ന ഒരു മറുപടിയാണ്, ആരും താഴെയും മേലെയും എന്നുള്ള രീതിയിലൊന്നുമില്ല. അതായത് എല്ലാവർക്കും അവരുടേതായ സ്ഥാനമുണ്ട്, ആരും ചെറുതുമല്ല വലുതുമല്ല. അപ്പം എല്ലാവർക്കും അവരുടേതായ സ്ഥാനമുണ്ട് എന്ന് പറഞ്ഞിട്ട് റിപ്ലൈ കൊടുക്കുകയാണ് സ്ക്വിറൽ. അപ്പൊ മൗണ്ടെയിന് അതൊരു താഴ്ത്തിക്കെട്ടുന്ന രീതിയിലാണ് സ്ക്വിറലിനോട് സംസാരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു കോൺവെർസേഷണൽ ടൈപ്പ് പോയമാണ് ഈ പോയം എന്ന് പറയുന്നത്. അങ്ങനെ അവസാനത്തിൽ സ്ക്വിറൽ പറയുന്നുണ്ട്, എല്ലാവരുടെയും ടാലൻസ് ഡിഫർ ആണ്, അതായത് കഴിവുകൾ വ്യത്യസ്ത തരത്തിലുള്ളതാണ്. സ്ക്വിറലിന്റെ കഴിവ് എന്താണ്? ക്രാക്സ് ആൻഡ് നട്ട്. അതായത് സ്ക്വിറലിന് പ്രത്യേകിച്ചുള്ള ഒരു കഴിവാണ് നട്ട്സ് ഒക്കെ ക്രാക്ക് ചെയ്യുക എന്നുള്ളത്. അതായത് നമ്മുടെ പീനട്ട്, വാൽനട്ട് അതൊക്കെ ഇല്ലേ, നട്ട്സ് ഒക്കെ ക്രാക്ക് ചെയ്ത് കഴിക്കുക എന്നുള്ളത് സ്ക്വിറലിന്റെ ഒരു കഴിവാണ്. പക്ഷെ ആ കഴിവ് ആർക്കില്ല? നമ്മുടെ മൗണ്ടെയിന് ഇല്ല. മൗണ്ടെയിന് മറ്റൊരു കഴിവാണ്. എന്താണ്? മൗണ്ടെയിന്റെ പുറകിലാണ് ഈ ഫോറസ്റ്റ് എല്ലാം നിൽക്കുന്നത് അല്ലെ. അപ്പൊ ഫോറസ്റ്റ് ഒക്കെ വഹിച്ചു കൊണ്ട് നടക്കാനുള്ള കഴിവ് നമ്മുടെ മൗണ്ടെയിനാണ്. അപ്പൊ രണ്ടുപേർക്കും 2 തരത്തിലുള്ള കഴിവാണ്. അതിപ്പോ നിങ്ങളും ഞാനും തമ്മിൽ നോക്കിയാൽ തന്നെ മനസ്സിലാവും. നിങ്ങൾക്ക് പലതരത്തിലുള്ള കഴിവുകൾ ഉണ്ടാവും, എനിക്കും ഡിഫറന്റ് ആയിരിക്കും. നിങ്ങൾക്ക് ചിലപ്പോൾ വരയ്ക്കാൻ അറിയുന്നവരായിരിക്കും, അല്ലെങ്കിൽ ഡാൻസ് ചെയ്യാൻ, പാട്ട് പാടാൻ അറിയുന്നവരൊക്കെ ആയിരിക്കും. പക്ഷെ എന്റെ ടാലന്റ് വേറെ ആയിരിക്കും. നിങ്ങളെ പോലെ പാട്ട് പാടാനോ ഡാൻസ് ചെയ്യാനോ ചിലപ്പോൾ എനിക്ക് അറിയാൻ പറ്റൂല. അപ്പൊ എല്ലാവരുടെയും ടാലൻസ്, എല്ലാവരുടെയും കഴിവുകൾ ഡിഫറന്റ് ആണ് എന്നുള്ള ഒരു മെസ്സേജ് ആണ് ഈ ഒരു പോയത്തിലൂടെ നമ്മൾ കൺവേ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് ഈ പോയത്തിന്റെ ഒരു സമ്മറിയാണ്. ഞാനിപ്പോ പറഞ്ഞ സംഭവം തന്നെയാണ്, അതൊന്നുകൂടെ ഇലാബറേറ്റ് ചെയ്തിട്ടുള്ള രീതിയിൽ ചെറുതാക്കിയിട്ട് ഈ പോയത്തിന്റെ സമ്മറി കൊടുത്തിരിക്കുകയാണ്. നമുക്ക് ഈ പോയത്തിൽ സമ്മറി പഠിച്ചാൽ നമുക്ക് ഏകദേശം ചാപ്റ്ററിൽ എന്ത് ക്വസ്റ്റ്യൻ വന്നാലും എഴുതാൻ പറ്റുന്ന രീതിയിലായിരിക്കും പോയത്തിന്റെ സമ്മറി പഠിച്ചാൽ നമുക്ക് പറ്റാം. നമുക്ക് ഈ സമ്മറി നോക്കാം. ദ പോം begins with a quarrel between the mountain and the squirrel. ഈ പോയം സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ മൗണ്ടെയിനും സ്ക്വിറലും തമ്മിലുള്ള ഒരു വഴക്ക്. ക്വാറൽ എന്ന് പറഞ്ഞാൽ വഴക്ക്. ഈ പോയത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ വേർഡ്സ് പഠിച്ചു പോവുക എന്നുള്ളത്. ഇമ്പോർട്ടന്റ് വേർഡ്സ് നമ്മൾ പഠിച്ചു പോവുക, പിന്നെ നമ്മളുടെ രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും. ക്വാറൽ എന്ന് പഠിച്ചു വെക്കുക തന്നെ ചെയ്യണം. കാരണം ഈ ഒരു വഴക്ക് ആണ് പോയം സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. അപ്പൊ ക്വാറൽ എന്നുള്ള ഈ വേർഡ് പഠിച്ചു പോവുക, അത് നമുക്ക് പോയത്തിൽ യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു വഴക്ക് നടക്കുകയാണ് മൗണ്ടെയിനും സ്ക്വിറലും തമ്മിൽ. ദ മൗണ്ടെയിൻ ബീങ് മച്ച് ലാർജർ ആൻഡ് ഇമ്പോസിംഗ് കോൾസ് ദ സ്ക്വിറൽ എ ലിറ്റിൽ പ്രിഗ്. ഈ മൗണ്ടെയിന് വലുതല്ലേ, സ്ക്വിറലിനേക്കാളും വലിയ ആളാണല്ലോ മൗണ്ടെയിൻ വലിപ്പത്തിൽ. അങ്ങനെ ആ സ്ക്വിറല് ലാർജർ ആണ് എന്നുള്ള കാരണം കൊണ്ട്, മൗണ്ടെയിന് ലാർജർ ആണ് എന്നുള്ള കാരണം കൊണ്ട് സ്ക്വിറലിനെ ലിറ്റിൽ പ്രിഗ് എന്ന് വിളിക്കുന്നുണ്ട്. ലിറ്റിൽ പ്രിഗ് എന്ന് മീൻ ചെയ്യുന്നത് ഒരു വിലയില്ലാത്തവൻ. സ്ക്വിറൽ ചെറുതാണല്ലോ, ആ ഒരു രീതിക്ക് വിലയില്ലാത്തവൻ എന്നുള്ള രീതിയിൽ വിളിക്കുകയാണ്. അപ്പൊ അതിന് നമ്മുടെ സ്ക്വിറൽ കൊടുക്കുന്ന റിപ്ലൈ ആണ്, ദ സ്ക്വിറൽ ഹൗഎവർ റെസ്പോൺസ് വിത്ത് എ തോട്ട്ഫുൾ റിട്ടോർട്ട്. സ്ക്വിറൽ ഭയങ്കര ചിന്തിച്ച് ഒരു തോട്ട്ഫുൾ ആയിട്ട്, നമ്മളെയൊക്കെ ചിന്താകർഷമായിട്ട് ആകർഷിക്കുന്ന ഒരു റെസ്പോൺസ് ആണ് കൊടുക്കുന്നത്. എന്താണ്? ഇറ്റ് ആർഗ്യൂസ് ദാറ്റ് ബോത്ത് ദ മൗണ്ടെയിൻ ആൻഡ് ദ സ്ക്വിറൽ ഹാവ് ഇമ്പോർട്ടന്റ് റോൾസ് ഇൻ ദ വേൾഡ്. ഭൂമിയിൽ ഈ സ്ക്വിറലിനും മൗണ്ടെയിൻസിനും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോൾസ് ഉണ്ട്. അതായത് അവരുടെ എല്ലാം ടാലൻസ് ഡിഫർ ആണ്.
അവരവർക്ക് അവരുടേതായ കഴിവുകൾ ഉണ്ട് എന്ന് സ്ക്വിറൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് ഈ മൗണ്ടെയിന്. ആൻഡ് ദ ഡിഫറെന്റ് ഡോണ്ട് ഡിമിനിഷ് ദെയർ വാല്യൂ. അവരുടെ ആ വ്യത്യാസം, അതായത് അവര് ചെറുത് വലുത് എന്നുള്ള ആ ഒരു വ്യത്യാസം അവരുടെ വാല്യൂ, അവരുടെ ആ ഒരു കഴിവിന്റെ ആ ഒരു വാല്യൂ കുറക്കുന്നില്ല. ദ സ്ക്വിറൽ അസേർട്സ് ദാറ്റ് വൈൽ ഇറ്റ് മൈറ്റ് നോട്ട് ബി ആസ് ലാർജ് ആസ് ഓർ ഗ്രാൻഡ് ആസ് ദ മൗണ്ടെയിൻ. സ്ക്വിറൽ ഒരുപക്ഷെ ഈ മൗണ്ടെയിന്റെ അത്ര വലുതോ അല്ലെങ്കിൽ അത്ര ഗ്രാൻഡോ ആയിരിക്കില്ല. It plays an important role by being a nimble and able to perform tasks the mountain cannot. പക്ഷേ സ്ക്വിറലിനെ കൊണ്ട് പറ്റുന്ന ഒരു കാര്യം ഉണ്ടല്ലേ, എന്താണ്? മൗണ്ടെയിന് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങളൊക്കെ സ്ക്വിറലിന് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. എന്തൊക്കെയാണ്? ലൈക്ക് ക്രാക്കിംഗ് നട്ട്സ്. നട്ട്സ് ഒക്കെ ക്രാക്ക് പൊട്ടിച്ചുകൊണ്ട് കഴിക്കുക എന്നുള്ളത് സ്ക്വിറലിന്റെ കഴിവാണ്. പക്ഷെ ആ കഴിവ് ആർക്ക് പറ്റില്ല? മൗണ്ടെയിന് പറ്റില്ല. The squirrel emphasizes that every creature or thing has its own function and place. അങ്ങനെ സ്ക്വിറൽ മൗണ്ടെയിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് എല്ലാ ജീവജാലങ്ങൾക്കും, എല്ലാ ക്രിയേച്ചേഴ്സിനും ലോകത്തിൽ അവരുടേതായ ഒരു സ്ഥാനവും ഫംഗ്ഷനൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. സജസ്റ്റിംഗ് ദാറ്റ് എ ഡൈവേഴ്സ് റേഞ്ച് ഓഫ് ടാലൻസ്. അവരവർക്ക് ഡൈവേഴ്സ് എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത തരത്തിലുള്ള ഒരുപാട് കഴിവുകൾ ഉണ്ട് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. The poem conveys that everyone has their own talent and nothing is superior or inferior to any other. ഈ പോയത്തിലെ മെസ്സേജ് ആണ് ഈ ലാസ്റ്റ് ലൈന് കൊടുത്തിരിക്കുന്നത്. എവ്രിവൺ ഹാസ് ദെയർ ഓൺ ടാലന്റ്. ഓരോരുത്തർക്കും അവരുടേതായ കഴിവുകളുണ്ട്. ആൻഡ് നത്തിങ് ഈസ് സുപ്പീരിയർ ഓർ ഇൻഫീരിയർ ടു എനി അതർ. ആരും ആരുടെയും താഴെയുമല്ല, ആരും ആരുടെയും മേലെയുമല്ല എന്നുള്ളൊരു മെസ്സേജ് ആണ് ഈ ഒരു പോയത്തിലൂടെ കൺവേ ചെയ്യുന്നത്. നമ്മുടെ ചാപ്റ്റർ തുടങ്ങുന്നതിന്റെ മുന്നേ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ട്. ആ ഭാഗത്തുണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. എവറി ബീങ് ഓൺ എർത്ത് ഈസ് ഈക്വലി ഇമ്പോർട്ടന്റ്. നത്തിങ് ഈസ് സുപ്പീരിയർ ഓർ ഇൻഫീരിയർ ടു എനി അതർ. അപ്പോൾ അതാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്നുള്ള ഒരു സമ്മറി എന്ന് പറയുന്നത്. ഈ ചാപ്റ്ററിൽ ഒരുപാട് അധികം പഠിക്കാനൊന്നുമില്ല. ഈ അപ്രീസിയേഷൻ പഠിച്ചു പോയാൽ തന്നെ നമുക്ക് എന്ത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നാലും എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈ ചാപ്റ്ററിൽ നിന്ന് ഇത്രയൊക്കെ ഉള്ളൂ. നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലോട്ട് മൂവ് ചെയ്യാം. ദ റൈറ്റ്ഫുൾ ഇൻഹെറിറ്റേഴ്സ് ഓഫ് ദി എർത്ത്. നമ്മുടെ ഈ വരുന്ന മിഡ് ടേം എക്സാമിൽ അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. വൈക്കം മുഹമ്മദ് ബഷീർ സർ എഴുതിയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ഭൂമിയുടെ യഥാർത്ഥ അവകാശികൾ എന്നാണ് ദ റൈറ്റ്ഫുൾ ഇൻഹെറിറ്റേഴ്സ് ഓഫ് ദി എർത്ത് എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത്. ഈ ഒരു ചാപ്റ്ററിന്റെ ഒരു മെസ്സേജ് ഉണ്ടാവുമല്ലോ, ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ നമുക്ക് ഓരോ മെസ്സേജ് തരൂലേ, ആ ഒരു മെസ്സേജ് കൂടിയിട്ടാണ് നമ്മുടെ ഈ ടൈറ്റിൽ. യഥാർത്ഥ അവകാശികൾ, ഭൂമിയുടെ യഥാർത്ഥ അവകാശികൾ അത് ആരാണ് എന്നുള്ളത് നമുക്ക് വഴിയെ മനസ്സിലാവും. അപ്പൊ ഈ സ്റ്റോറി പറയുന്നത് ബഷീറും വൈഫും കൂടെ ഒരു വീട് വാങ്ങാണ്. ഒരു 2 ഏക്കർ സ്ഥലം വാങ്ങാണ്. അങ്ങനെ ആ സ്ഥലത്ത് അവർ താമസം തുടങ്ങുമ്പോൾ അവരുടെ ഇടയിലേക്ക് അനുവാദം ചോദിക്കാതെ കുറെ ആൾക്കാർ കടന്നു വരികയാണ്. ട്രെസ്പാസേഴ്സ് എന്ന് പറയുന്നുണ്ട്. അത് ആരൊക്കെയാണ്? അവിടെയുള്ള ജീവജാലങ്ങളാണ് അല്ലെ. ആദ്യം വരുന്നത് ബട്ടർഫ്ലൈസും ബേർഡ്സും ഒക്കെയാണ്. പിന്നെ വരുന്നത് ക്രോസ് വരുന്നുണ്ട്, അതുപോലെ റാക്കറ്റ്സ് വരുന്നുണ്ട്, പിന്നെ പരിന്ത്, അങ്ങനെ ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. അവരുടെ സമ്മതം ചോദിക്കാതെ ഭൂമിയിലെ കുറെ ക്രിയേച്ചേഴ്സ് വരുന്നുണ്ട്. അപ്പൊ അതാണ് ഈ ട്രെസ്പാസേഴ്സ് എന്ന് പറയുന്നത്. അങ്ങനെ വരുന്ന ആ ഒരു ട്രെസ്പാസേഴ്സ് അത് കഴിഞ്ഞിട്ട് ബാറ്റ്സ് വരുന്നുണ്ട്. ബാറ്റ്സ് എന്ന് പറഞ്ഞാൽ വവ്വാലുകൾ വരുന്നുണ്ട്. വവ്വാലുകൾ വന്നിട്ട് അവരുടെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, ഗാർഡനിൽ ഉണ്ടാകുന്ന ഫ്രൂട്ട്സും വെജിറ്റബിൾസും അതുപോലെ തന്നെ അവരുടെ കോക്കനട്ട്സ് ഒക്കെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും. നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അവര് വന്നിട്ട് അത് കഴിച്ചു പോവുക എന്നുള്ള രീതിയിലാവും. പക്ഷെ ബഷീറിന്റെ വൈഫ് പറയാണ്, നമ്മുടെ ഇങ്ങനെ പഴുത്തു വരുന്ന ഫ്രൂട്ട്സും അതുപോലെ തന്നെ ഈ കോക്കനട്ട്സ് ഒക്കെ ഈ വവ്വാലുകൾ വന്നിട്ട് നശിപ്പിച്ചു പോവുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ബഷീറിന്റെ വൈഫ് കസിനെയും കൂട്ടിയിട്ട്, ബഷീറിന്റെ വൈഫിന്റെ കസിനെയും കൂട്ടിയിട്ട് ഈ വവ്വാലുകളൊക്കെ എവിടെയാണ് തൂങ്ങിക്കിടക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഇങ്ങനെ അടുത്തുള്ള ഒരു അമ്പലത്തിന്റെ അടുത്തുള്ള ഒരു ആൽമരത്തിലാണ് ഇവ തൂങ്ങിക്കിടക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് അവർ അങ്ങോട്ട് പോകുന്നുണ്ട്. ഈ ബാറ്റ്സിനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഗണ്ണൊക്കെ കൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെ പോകുന്ന സമയത്ത് ബഷീർ പോകുന്നില്ല കേട്ടോ, വൈഫും അതുപോലെ തന്നെ കസിനും ആണ് പോകുന്നത്. വൈഫും കസിനും പോകുന്ന സമയത്ത് പോയി കുറച്ച് കഴിയുമ്പോൾ അവർ തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരുന്നുണ്ട്. അപ്പൊ ബഷീർ ചോദിക്കുന്നുണ്ട് എന്തായും ചോദിക്കുന്ന സമയത്ത് അവര് പറയാണ്, ആ അമ്പലത്തിനടുത്ത് ടെമ്പിളിന്റെ അടുത്തുള്ള ആളുകള്, ഈ വവ്വാലുകള് അവരുടെ മരിച്ചുപോയ ആൻസെസ്റ്റേഴ്സ്, പൂർവികരാണ്, അവരുടെ ആത്മാക്കളാണ് ഈ വവ്വാലുകൾ എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് അവരതിനെ കൊല്ലാൻ സമ്മതിച്ചിട്ടില്ല. എങ്ങാനും ഇവര് ആ വവ്വാലുകളെ വെടിവെക്കുകയാണെങ്കിൽ അതിന് മുന്നേ തന്നെ ആ ഒരു അമ്പലത്തിന് ചുറ്റുമുള്ള ആൾക്കാർ ഞങ്ങളെ ഷൂട്ട് ചെയ്യുമെന്ന് പറഞ്ഞ് പേടിപ്പിച്ചു. അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോന്നു എന്ന് പറയാണ്. അപ്പൊ ബഷീർ വൈഫിനോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ മാത്രമല്ല ഭൂമിയുടെ അവകാശികൾ, ഇവിടെ ഈ ഭൂമിയിലുള്ള ബാക്കി എല്ലാ ക്രിയേച്ചേഴ്സും കൂടിയിട്ടുള്ളതാണ് നമ്മുടെ ഈ ഭൂമി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ
ദ റൈറ്റ്ഫുൾ ഇൻഹെറിറ്റേഴ്സ് ഓഫ് ദി എർത്ത് ആരാണ് എന്ന് പറയുന്നത് നമ്മുടെ ലാസ്റ്റ് ചാപ്റ്ററിന്റെ അവസാനത്തിൽ ഒരു പാരഗ്രാഫ് ഉണ്ട്. ആ പാരഗ്രാഫ് ഇമ്പോർട്ടന്റ് ആണ്. ദേ സെർട്ടൻലി ഹാവ് എ റൈറ്റ് ടു ദ കോക്കനട്ട്സ്. അവർക്കും ഈ ഒരു കോക്കനട്ട്സ് അവരുടെ പറമ്പിലുള്ള ആ ഒരു കോക്കനട്ട്സും ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഇതിലെല്ലാം അവർക്കും ഈ ബാറ്റ്സിനും അവകാശമുണ്ട്. ഓൾ ലിവിംഗ് ബീങ്സ് ആർ ദ റൈറ്റ്ഫുൾ ഇൻഹെറിറ്റേഴ്സ് ഓഫ് ദി എർത്ത്. ഇതാണ് ഈ പാഠത്തിലെ മെസ്സേജ്. എല്ലാ ജീവജാലങ്ങളുമാണ് ഭൂമിയുടെ യഥാർത്ഥ അവകാശികൾ. അപ്പൊ മനുഷ്യര് മാത്രമല്ല, ബാക്കി ഭൂമിയിലുള്ള ജീവജാലങ്ങൾ, അതായത് ബാറ്റ്സ്, ഇതുപോലെ ബേർഡ്സ്, ബട്ടർഫ്ലൈസ്, ആനിമൽസ് എല്ലാവരും കൂടെ കൂടിയിട്ടുള്ളതാണ് ഈ ഭൂമി എന്ന് പറയുന്നത്. അപ്പൊ അവർക്കും കൂടെ അവകാശപ്പെട്ടതാണ് ഭൂമി എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജും കൂടെ നമുക്ക് തരുന്നുണ്ട് ഈ ഒരു ചാപ്റ്ററിലൂടെ. അപ്പൊ ഈ ചാപ്റ്ററിൽ നിന്ന് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന കാര്യം ഒന്നൊരു കോൺവെർസേഷൻ ആണ്. ഇതിൽ കുറെ ഭാഗത്ത് കോൺവെർസേഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. ഒന്ന് ബഷീറിന്റെ വൈഫും ബഷീറും ഉള്ള കോൺവെർസേഷൻ പറയാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ ബഷീറിന്റെ വൈഫിന്റെ കസിന് വരുന്നില്ലേ, കസിനും ഈ ബഷീറിന്റെ വൈഫും കൂടെ ഈ ബാറ്റ്സിനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നില്ലേ. ആ പോകുന്ന സമയത്ത് അവിടുത്തെ വില്ലേജേഴ്സ് ഇവരെ ഷൂട്ട് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. അപ്പൊ അവിടെ വെച്ചിട്ടുള്ള ഒരു കോൺവെർസേഷൻ. അപ്പൊ ഞാൻ മുന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നോക്കിയ സമയത്ത് മനസ്സിലായത് അവിടുന്ന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇൻ ദ സ്റ്റോറി ദ റൈറ്റ്ഫുൾ ഇൻഹെറിറ്റേഴ്സ് ഓഫ് ദി എർത്ത് ബഷീർസ് വൈഫ് ആൻഡ് ഹെർ കസിൻ വെൻ ടു ഷൂട്ട് ദ ബാറ്റ്സ്. ഈ സ്റ്റോറിയിൽ ബഷീറിന്റെ വൈഫും അവളുടെ കസിനും കൂടെ ഈ ബാറ്റ്സ് വവ്വാലുകളെ ഓടിക്കാൻ വേണ്ടിയിട്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് അല്ലെ. സീയിങ് ദ ഗൺസ് ഇൻ ദെയർ ഹാൻഡ്സ്, അവരുടെ കയ്യിലെ ആ ഒരു ഗൺസ് തോക്ക് കണ്ടിട്ട് സം ഓഫ് ദ വില്ലേജേഴ്സ് ബിക്കേം ആൻഷ്യസ് ആൻഡ് വെൻ ടുവാർഡ്സ് ദം. ഇതെല്ലാം കണ്ടിട്ട് തോക്ക് കണ്ടുവരുന്നത് കണ്ടപ്പോ ആ വില്ലേജിലെ ആളുകൾ ഇവരെ അടുത്തേക്ക് പോകുന്നുണ്ട്, ആകാംക്ഷയായിട്ട് പോകുന്നത് എന്താണ് സംഭവം എന്നറിയാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. അപ്പൊ അവിടെയുള്ള ഒരു കോൺവെർസേഷൻ എഴുതാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. അവിടുത്തെ ഒരു വില്ലേജറും നമ്മുടെ ഈ കസിനും, വൈഫിന്റെ കസിൻ ഇല്ലേ, അവർ തമ്മിലൊരു കോൺവെർസേഷൻ എഴുതാൻ വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ അതിന്റെ ഒരു ഏകദേശം രൂപത്തിൽ ഒരു കോൺവെർസേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ നോക്കി മനസ്സിലാക്കുക. വില്ലേജർ ചോദിക്കുകയാണ്, കാണാത്ത ആളുകളാണല്ലോ ഈ കസിനും ഈ വൈഫും, അപ്പൊ അവരെന്തിനാ വന്നത്? നീ തോക്ക് കയ്യിൽ കണ്ടപ്പോ ഒരു ആകാംക്ഷ നമുക്കും കാണൂല. അറിയാത്ത ഒരാൾ നമ്മുടെ നാട്ടിൽ വന്ന് തോക്കൊക്കെ പിടിച്ച് നിൽക്കുമ്പോൾ നമുക്കും ഒരു പേടിയും അതോടൊപ്പം തന്നെ എന്താണ് സംഭവം എന്നറിയാത്ത രീതിയിൽ നമ്മൾ നിൽക്കൂലേ. അതുപോലെ തന്നെ വില്ലേജേഴ്സ് ഇങ്ങനെ രണ്ട് ആളുകളെ തോക്കൊക്കെ പിടിച്ച് കണ്ടപ്പോ എന്തിനാണ് ഇവർ വന്നതെന്ന് ചോദിക്കുകയാണ്. അവിടെയുള്ള ഒരു കോൺവെർസേഷൻ എങ്ങനെ എഴുതും എന്നാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ ചോദിക്കുന്ന നമുക്ക് എങ്ങനെയാണ് എഴുതുക എന്നുള്ളത് നോക്കാം കേട്ടോ. നമുക്ക് കഥ മനസ്സിലാക്കി വെച്ചാൽ ബാക്കി നമുക്ക് എഴുതാൻ പറ്റും. നിങ്ങൾക്ക് ഫസ്റ്റ് 2 ലൈൻസ് ഒക്കെ സാധാരണ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുണ്ട്. ഫസ്റ്റിലെ കോൺവെർസേഷൻ ആരാണ് തുടങ്ങി വെക്കുന്നത് അതൊക്കെ അവിടെ തരാറുണ്ട്. ചിലപ്പോ നിങ്ങൾക്ക് അവിടെയും ഇവിടെയും സ്പേസ് ഇട്ടിട്ട് ഇടയിൽ നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കുന്ന രീതിയിലും കാണാറുണ്ട്. അപ്പൊ എങ്ങനെയാണ് നിങ്ങൾ ഒരു കോൺവെർസേഷൻ മസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഈ ചാപ്റ്ററിൽ നിന്ന് പോസിബിൾ ആണ്. 2-3 സ്ഥലത്ത് കോൺവെർസേഷൻസ് വരുന്നുണ്ട്. അപ്പൊ ഒന്ന് ഇതാണ്. അപ്പൊ വില്ലേജർ ചോദിക്കുകയാണ്, വില്ലേജർ എക്സ്ക്യൂസ് മീ ഹു ആർ യു. അപ്പൊ ഇവർ കാണാത്ത 2 ആളുകളല്ലേ വന്നിരിക്കുന്നത്. അപ്പൊ ചോദിക്കുകയാണ് എക്സ്ക്യൂസ് മീ, നിങ്ങൾ ആരാണ്? കസിൻ പറയാണ് ഐ ആം ഫ്രം നിയർ ഹിയർ, ഞങ്ങൾ ഇവിടെ അടുത്ത് നിന്നുള്ളതാണ്, അടുത്തുള്ള ആളുകളാണ്. വില്ലേജർ വാട്ട് ഡു യു വാണ്ട്, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? കസിൻ ഐ ആം ഹിയർ ടു ഗെറ്റ് റിഡ് ഓഫ് ദീസ് ബാറ്റ്സ്, ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് ഈ വവ്വാല് ബാറ്റ്സിനെ ഇവിടുന്ന് തുരത്താൻ വേണ്ടിയിട്ടാണ്, ഇവിടെ നിന്ന് പോക്കാൻ വേണ്ടിയിട്ടാണ്. വില്ലേജർ വൈ, വില്ലേജർ ചോദിക്കുകയാണ് അപ്പോ എന്തിന്? വാട്ട് ഹാം ആർ ദേ ഡൂയിങ് ടു യു, ഈ ബാറ്റ്സ് ഈ വവ്വാലുകളെ എന്ത് ഹാം ഉപദ്രവമാണ് നിങ്ങൾക്ക് ചെയ്യുന്നത്? അപ്പൊ കസിൻ പറയാണ് ദേ ആർ ഡിസ്ട്രോയിങ് ആൻഡ് ഈറ്റിംഗ് ഓൾ അവർ കോക്കനട്ട്സ് ആൻഡ് ഫ്രൂട്ട്സ്. അവര് ഈ വവ്വാൽസ് ഞങ്ങളുടെ ഫീൽഡ്, ഞങ്ങളുടെ പാടത്തിൽ, ഞങ്ങളുടെ വീട്ടിലൊക്കെ ഉള്ള എല്ലാ കോക്കനട്ട്സ് തേങ്ങകളും അതുപോലെ തന്നെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഞങ്ങൾ കഴിക്കുന്ന ആഹാര സാധനങ്ങളൊക്കെ ഡിസ്ട്രോയിങ് നശിപ്പിക്കുകയാണ് അല്ലെ. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിനെ ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. സോ വി ആർ ഗോയിങ് ടു ഷൂട്ട് ദം, അതുകൊണ്ടാണ് ഞങ്ങൾ ഇവരെ ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. വില്ലേജർ യു കാൻ ഷൂട്ട് ദ ബാറ്റ്സ്, നിങ്ങൾക്ക് ആ ബാറ്റ്സിനെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, വവ്വാലുകളെ ഷൂട്ട് ചെയ്യാൻ പറ്റൂല. ബിക്കോസ് കാരണം എന്താണ്? ബാറ്റ്സ് ആർ ദ സോൾസ് ഓഫ് അവർ ആൻസെസ്റ്റേഴ്സ്, ഞങ്ങളുടെ പൂർവികര്, ഞങ്ങളുടെ മുന്നേ മരിച്ചുപോയ ആളുകളുടെ സോൾസ്, ആത്മാക്കളാണ് ഈ ബാറ്റ്സ്. അങ്ങനെയാണ് അവരുടെ വിശ്വാസം. മരിച്ചുപോയ പൂർവികരുടെ ആത്മാക്കളായിട്ടാണ് ഈ ബാറ്റ്സ് അവിടെ വന്ന് നിൽക്കുന്നത്. ആ ഒരു വിശ്വാസമാണ് അവർക്ക്. അപ്പൊ അവര് പറയാണ് നിങ്ങൾക്ക് ഇവയെ കൊല്ലാൻ വേണ്ടിയിട്ട് പറ്റില്ല, കാരണം ഇവരെല്ലാം ഞങ്ങളുടെ മരിച്ചുപോയ പൂർവികരുടെ ആത്മാക്കളാണല്ലേ. സോൾസ് ഓഫ് ദി ആൻസെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ മരിച്ചുപോയ പൂർവികരുടെ ആത്മാക്കൾ. അപ്പൊ കസിൻ പറയാണ് ബട്ട് ദേ ആർ ഡിസ്ട്രോയിങ് ഓൾ അവർ കോക്കനട്ട്സ്, അതൊക്കെ ശരി തന്നെയാണ്, നിങ്ങളെ പൂർവികരൊക്കെ ആയിരിക്കും, പക്ഷെ ഇവയെല്ലാം ഞങ്ങളുടെ കോക്കനട്ട്സും ആഹാര സാധനങ്ങളൊക്കെ നശിപ്പിക്കുകയാണല്ലേ. സോ വി വാണ്ട് ടു ഷൂട്ട് ദം, അതുകൊണ്ട് ഞങ്ങൾക്ക് അതിനെ കൊന്നേ പറ്റൂ, ഞങ്ങൾക്ക് ഷൂട്ട് ചെയ്തേ പറ്റൂ എന്നുള്ള രീതിയിൽ കസിൻ സംസാരിക്കുകയാണ്. അപ്പൊ വില്ലേജർ പറയാണ് ഇഫ് യു ഷൂട്ട് ദ ബാറ്റ്സ്, നിങ്ങൾ ആ ബാറ്റ്സ് വവ്വാലുകളെ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ
വി വിൽ കിൽ യു. ഞങ്ങൾ ഈ വില്ലേജേഴ്സ് എല്ലാരും കൂടെ നിങ്ങൾ അതിനു മുന്നേ കിൽ കൊല്ലും എന്ന് പറഞ്ഞൊരു ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ പറയാണ്. അപ്പൊ ആരായാലും ഒന്ന് പേടിക്കൂലേ? അപ്പൊ കസീം പറയാണ് അങ്ങനെയാണെങ്കിൽ വി വോണ്ട് ഷൂട്ട് ദ ബാങ്ക്സ്, അങ്ങനെയാണെങ്കിൽ ഞങ്ങള് ഷൂട്ട് ചെയ്യൂല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നത്. അങ്ങനെയാണ് ഈ സ്റ്റോറി അവസാനിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു രീതിയിൽ എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് ചിലപ്പോൾ പറഞ്ഞ പോലെ ഇടയിലിടയിൽ സ്പേസ് ഇട്ടിട്ട് തന്നിട്ട് ബാക്കി നിങ്ങൾ ഫിൽ ചെയ്യുന്ന രീതിയിലായിരിക്കും ചിലപ്പോൾ തരിക, ചിലപ്പോൾ ഫുൾ ആയിട്ട് നിങ്ങൾ എഴുതേണ്ടി വരികയും ചെയ്യും. സോ ഇതൊരു പ്രോബബിൾ ക്വസ്റ്റ്യൻ ആണ്. ഞാൻ കഴിഞ്ഞ കൊല്ലത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ട ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഞാൻ ആൻസർ ചെയ്ത് തന്നതാണ്. അപ്പൊ ഇതിൽ നിന്ന് വരുന്ന ഒരു കാര്യം ഒന്നൊരു കോൺവെർസേഷനും അതുപോലെ തന്നെ ഒരു പോസ്റ്ററും ആണ്. പോസ്റ്റർ നമ്മൾ ലാസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പോസ്റ്റർ എഴുതാൻ നിങ്ങൾക്ക് അറിഞ്ഞൂടെ? പോസ്റ്റർ സിമ്പിൾ ആണ്. ഏത് രീതിയിൽ നമുക്കൊരു 5 മാർക്സ് പെട്ടെന്ന് സ്കോർ ചെയ്യാൻ പറ്റിയ ഏരിയയും കൂടെയാണ് ഈ പോസ്റ്റർ എന്ന് പറയുന്നത്. പോസ്റ്റർ എന്ന് പറയുമ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ തരികയാണെങ്കിൽ ക്വസ്റ്റ്യനിൽ ഉണ്ടാവും അല്ലെ എന്തിലാണ് നമ്മൾ പോസ്റ്റർ എഴുതേണ്ടത്. ഈ ചാപ്റ്ററിൽ പറയുകയാണെങ്കിൽ ആക്ടിവിറ്റി 3 സോറി ആക്ടിവിറ്റി 2 ടെക്സ്റ്റിൽ തന്നെ ഉണ്ട്. ആക്ടിവിറ്റി 2 നമുക്കൊരു പോസ്റ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ലെറ്റ് us ഓൾ ലിവ് ഇൻ ഹാർമണി, നമുക്ക് എല്ലാവർക്കും ഹാർമണി ഒരുമിച്ച് ജീവിക്കാം എന്നുള്ള ഒരു രീതിയിൽ ഒരു പോസ്റ്റർ ഉണ്ടാക്കാൻ പറയുന്നുണ്ട്. അപ്പൊ പോസ്റ്റർ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് എന്താണോ ടൈറ്റിൽ തരുന്നത് ആ ടൈറ്റിൽ വെച്ചിട്ടാണ് നമ്മൾ പോസ്റ്റർ ഉണ്ടാക്കേണ്ടത്. ഇനി നിങ്ങൾക്ക് പോസിബിൾ ആണെങ്കിൽ അത് കളർഫുൾ ആക്കുക. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ആ ഒരു തീം വെച്ചിട്ട് പിക്ചേഴ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും വരക്കാൻ അങ്ങനെയൊക്കെ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ചെയ്യുക. അതുപോലെ തന്നെ കളർ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പോസിബിൾ ആണ്. അപ്പോൾ ഡെക്കറേഷൻസിനൊക്കെ മാർക്ക് കിട്ടുന്നതാണ്. 5 മാർക്സ് ആണ് സാധാരണ പോസ്റ്ററിനെ കണ്ടിട്ടുള്ളത്. പോസ്റ്റർ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ലാസ്റ്റിൽ പറയുന്നുണ്ട്, അതുകൊണ്ടാണ് ഇവിടെ കൊടുക്കാത്തത് കേട്ടോ. ഈ നെക്സ്റ്റ് വരുന്നത് ദ ബുക്ക് ഓഫ് നേച്ചർ, പ്രകൃതിയുടെ പുസ്തകം എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ഈ യൂണിറ്റിലെ ലാസ്റ്റ് ചാപ്റ്റർ ആണ് കേട്ടോ. യൂണിറ്റ് 3 ലാസ്റ്റ് ചാപ്റ്റർ ആണ് ദ ബുക്ക് ഓഫ് നേച്ചർ. എഴുതിയിരിക്കുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. ദിസ് ചാപ്റ്റർ ഈസ് എ ലെറ്റർ. ഈ ചാപ്റ്റർ എന്ന് പറയുന്നത് ഒരു ലെറ്റർ ആണ്, ഒരു കത്താണ് അല്ലെ. എന്താണ്? റിട്ടൺ ബൈ ജവഹർലാൽ നെഹ്റു ടു ഹിസ് 12-year-old ഡോട്ടർ ഇന്ദിര. ഈ ലെറ്റർ എഴുതിയിരിക്കുന്നത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ജവഹർലാൽ നെഹ്റു ആർക്ക് എഴുതിയിരിക്കുന്നത്? അദ്ദേഹത്തിന്റെ മകളായിട്ടുള്ള 12 വയസ്സ് മാത്രം പ്രായമുള്ള മകൾ ഇന്ദിരയ്ക്ക് എഴുതിയ ഒരു കത്താണ് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ, ദ ബുക്ക് ഓഫ് നേച്ചർ എന്ന് പറയുന്ന ചാപ്റ്റർ. 12 വയസ്സ് മാത്രം പ്രായമുള്ള മകൾ ഇന്ദിരയ്ക്ക് ജവഹർലാൽ നെഹ്റു എഴുതിയ ഒരു കത്താണ്. അപ്പൊ ഒരു കത്ത് രൂപത്തിലുള്ള ഒരു കഥയായിട്ടാണ് പഠിക്കാൻ. അറ്റ് ദാറ്റ് ടൈം, ആ സമയത്ത് നെഹ്റു വാസ് ഇൻ അലഹാബാദ്. ഈ കത്ത് എഴുതുന്ന സമയത്ത് നെഹ്റു എവിടെയായിരുന്നു? അലഹാബാദിലും. ആൻഡ് ഇന്ദിര വാസ് ഇൻ മസൂറി. ഇന്ദിര മസൂറിയിലുമായിരുന്നു. അതായത് കത്ത് നമ്മൾ എഴുതുമ്പോൾ അടുത്തടുത്തുള്ള രണ്ടാളുകൾ തമ്മിൽ കത്ത് എഴുതും ഇല്ലല്ലോ. നമ്മൾ രണ്ടുപേരും രണ്ട് സ്ഥലങ്ങളിലായിരിക്കും, ഒരുപാട് കാലം കാണാതിരിക്കും, അങ്ങനെയൊക്കെയല്ലേ നമ്മൾ കത്ത് എഴുതുക. അപ്പൊ കത്ത് എഴുതുന്ന സമയത്ത് നെഹ്റു അലഹാബാദിലും ഇന്ദിര മസൂറിയിലുമായിരുന്നു. അപ്പൊ ആ സമയത്ത് എഴുതുന്ന ഒരു കത്ത് ഇന്ദിരാഗാന്ധിക്ക് ജവഹർലാൽ നെഹ്റു എഴുതി കൊടുത്തയച്ചൊരു കത്താണ് നമുക്ക് പഠിക്കാനുള്ള ഈ ഒരു ചാപ്റ്റർ, ദ ബുക്ക് ഓഫ് നേച്ചർ, പ്രകൃതിയുടെ പുസ്തകം. അപ്പൊ ഈ ചാപ്റ്ററിൽ പറയാണ് ഇന്ദിരയോട് നെഹ്റു പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ് എന്താണ്? നമ്മൾ പ്രകൃതിയിലേക്ക് ഇറങ്ങിച്ചെല്ലണം. പ്രകൃതിയാണ് വലിയ പുസ്തകം. അതായത് പ്രകൃതി എന്ന ബുക്കിലേക്കാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. നമ്മൾ മനുഷ്യർ എഴുതി ഉണ്ടാക്കിയ ബുക്സ് അല്ലേ ഇപ്പൊ പഠിക്കുന്നത്. അതിനേക്കാളും വലിയ ബുക്കാണ് പ്രകൃതി. ബുക്കുകളൊന്നും ഇല്ലാതിരുന്ന ഒരു സമയത്ത്, അതായത് പണ്ട് മനുഷ്യർ ജീവിക്കാതിരുന്ന ബുക്കുകൾ എഴുതാതിരുന്ന ഒരു സമയത്ത് പ്രകൃതിയാണ് നമ്മളെ എല്ലാം പഠിപ്പിച്ചു തന്നത്. ഇന്ന് നമ്മൾ ബുക്കിൽ നോക്കിയിട്ടല്ല എല്ലാം പഠിക്കുന്നതും വായിക്കുന്നതും മനസ്സിലാക്കുന്നതും ഒക്കെ. പക്ഷെ പണ്ട് കാലങ്ങളിൽ പ്രകൃതിയിൽ നിന്നാണ് നമ്മൾ എല്ലാം മനസ്സിലാക്കി പഠിച്ചതെന്ന് പറയുന്നുണ്ട്. ഇവിടെ പേജ് നമ്പർ 90 നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തിൽ നിന്നൊക്കെയാണ് അവർ പഠിച്ചത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അവർ പറയുന്നുണ്ട് വി സ്റ്റഡി ഫ്രം റോക്സ്, പാറകളിൽ നിന്ന്, ആൻഡ് മൗണ്ടെയിൻസ്, വലിയ വലിയ പർവ്വതങ്ങളിൽ നിന്ന്, അതുപോലെ സീസ് ആൻഡ് സ്റ്റാർസ്, സമുദ്രത്തിൽ നിന്നും, അതുപോലെ നക്ഷത്രങ്ങളിൽ നിന്നും, ആൻഡ് റിവേഴ്സ് ആൻഡ് ഡെസേർട്സ്, പുഴകളിൽ നിന്നും, ഡെസേർട്ട് മരുഭൂമികളിൽ നിന്നും, അതുപോലെ ഫോസിൽസ് ഓഫ് ഓൾഡ് ആനിമൽസ്. ഫോസിൽസ് എന്ന് പറഞ്ഞാൽ റിമൈൻസ്, അവശിഷ്ടങ്ങളില്ലേ. അപ്പോ ചത്ത് മണ്ണടിഞ്ഞു പോയ അനിമൽസിന്റെ അവശിഷ്ടങ്ങളിൽ നിന്നെല്ലാമാണ് അവര് പഠിച്ചെടുത്തത്, പണ്ട് കാലങ്ങളിൽ കാര്യങ്ങൾ പഠിച്ചെടുത്തത്. അപ്പൊ ഇന്ദിരയോട് ജവഹർലാൽ നെഹ്റു അച്ഛൻ പറഞ്ഞു കൊടുക്കാണ് നമ്മൾ നേച്ചറിലേക്ക് ഇറങ്ങി ചെല്ലണം, പ്രകൃതിയാണ് ഏറ്റവും വലിയ പാഠപുസ്തകം. അപ്പൊ അതിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലണം. പ്രകൃതിക്ക് നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ വലുതായി കഴിഞ്ഞാല് പ്രകൃതിയോട് ഇണങ്ങി ചേർന്ന് പ്രകൃതിയെ സ്നേഹിച്ചും അതിൽ നിന്നും ഒരുപാട് പഠിച്ചു മുന്നോട്ട് പോകണം എന്നുള്ളൊരു മെസ്സേജ് നമുക്ക് തരികയാണ്. നെഹ്റു ഇത് ഇന്ദിരയ്ക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു മെസ്സേജ് ആണ്. പക്ഷെ ഇത് നമുക്കും കൂടിയിട്ടുള്ള ഒരു മെസ്സേജ് ആണ് കേട്ടോ. നമ്മളും അതുപോലെ തന്നെ ആയിരിക്കണം.
പ്രകൃതിയിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നൊക്കെ നമ്മൾ പഠിക്കണം എന്ന് പറയാണ്. ഈ ചാപ്റ്ററിന്റെ അവസാനത്തേക്ക് വരുമ്പോ ഒരു സ്റ്റോറി പറയുന്നുണ്ട്. നെഹ്റു ഒരു പെബിളിന്റെ കഥ പറയും. പെബിൾ എന്ന് പറഞ്ഞാല് നല്ല ഭംഗിയുള്ള സ്മൂത്ത് ആൻഡ് ഷൈനി ആയിട്ടുള്ള ഒരു കല്ലില്ലേ, നമ്മൾ ഈ അക്വേറിയത്തിലൊക്കെ കല്ല് കണ്ടിട്ടില്ലേ, നല്ല ഭംഗിയുള്ള നല്ല ഉരുണ്ട ഷേപ്പിലൊക്കെ ഉള്ള റൗണ്ട് ഷേപ്പില് സ്മൂത്ത് ആൻഡ് ഷൈനി ആയിരിക്കും, നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു കല്ലായിരിക്കില്ല അക്വേറിയത്തിലൊക്കെ കാണാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു പെബിള്. ആ ഒരു കല്ല് അതിന് പെബിൾ എന്നാ പറയാ. ആ പെബിള് എങ്ങനെയാ ഉണ്ടായിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അത് പെട്ടെന്ന് അങ്ങനെ ആയി വന്നതാണ്? അല്ല. അപ്പൊ അതെങ്ങനെയാണ് ഉണ്ടായി വന്നത് എന്ന് പറയുന്നുണ്ട്. അത് പണ്ടൊരിക്കല് വലിയ ഒരു പാറക്കല്ലിന്റെ ഭാഗമായിരിക്കും. വലിയൊരു പാറക്കല്ല് പൊട്ടി അതൊരു ചെറിയ ഭാഗമായിട്ട് വന്ന് പിന്നെ അത് ആ പൊട്ടി നിൽക്കുന്ന സമയത്ത് അത് ഇത്ര ഭംഗിയിലൊന്നും ആയിരിക്കൂല പൊട്ടി വീണത്. അവിടെയും ഇവിടെയും റഫ് എഡ്ജസ് ഒക്കെ ആയിരിക്കും. അങ്ങനെ ആ റഫ് എഡ്ജസ് ഒക്കെ മാറി എങ്ങനെ അത് സ്മൂത്ത് ആയതെന്നുള്ളൊരു കഥ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ അതെങ്ങനെയാണ്? ഒരു പക്ഷെ അത് മലമുകളിൽ താമസിച്ചിരുന്ന വലിയൊരു കല്ലിന്റെ ഭാഗമായിരിക്കും. അങ്ങനെ ആ കല്ല് പൊട്ടിയപ്പോ ഇതും ഒരു ചെറിയ ഭാഗമായിട്ട് മാറുമല്ലോ. അങ്ങനെ ആ മാറിയ സ്ഥിതിക്ക് മഴ വന്ന നേരത്ത് മഴ വലിയ താഴ്വാരങ്ങളിലൂടെ ഈ ഒരു കല്ലിനെ ഇങ്ങനെ വഹിച്ചുകൊണ്ട് താഴേക്ക് ഇറക്കുന്നുണ്ട്. അങ്ങനെ ഉരുണ്ടുരുണ്ട് വരുന്ന ബൈ റോളിങ് ആൻഡ് റോളിങ്, അങ്ങനെ ഉരുണ്ടുരുണ്ട് വരുന്നതിന്റെ ഭാഗമായിട്ട് ആ ഒരു റഫ് എഡ്ജസ് ഒക്കെ സ്മൂത്ത് എഡ്ജസ് ആയിട്ട് മാറുന്നുണ്ട്. അങ്ങനെയാണ് അതിന് സ്മൂത്ത് എഡ്ജസ് വരുന്നത്. പിന്നെ അത് റിവറിലോട്ട് എത്തുന്നുണ്ട്. അങ്ങനെ റിവറിൽ നിന്നും ഇങ്ങനെ ഒഴുകി ഒഴുകി ഒഴുകിയിട്ടാണ് നമ്മുടെ അടുത്തൊക്കെ എത്തുന്നത് എന്നുള്ളൊരു കഥ പറയുന്നുണ്ട്. അപ്പൊ നെഹ്റു പറഞ്ഞു കൊടുക്കുന്ന കാര്യം എന്താന്ന് വെച്ചാല് ഈ പ്രകൃതിയിലുള്ള ഓരോ സാധനത്തിനും, അതായത് എത്ര ചെറിയ സാധനമാണെങ്കിലും അതിനൊക്കെ ഓരോ കഥകൾ പറയാനുണ്ടാവും. ഈ ഒരു കല്ലിന് തന്നെ, ഇത്ര ചെറിയൊരു കല്ലിന് തന്നെ ഇത്രയും വലിയൊരു കഥ പറയാനില്ലേ? അപ്പൊ പ്രകൃതിയിലുള്ള ഓരോ കാര്യങ്ങൾക്കും എത്രത്തോളം കഥ പറയാനുണ്ടാകും. അപ്പൊ ആ കഥയൊക്കെ നമുക്ക് കേട്ട് മനസ്സിലാക്കണമെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ അറിയണമെങ്കിൽ അത് ഇങ്ങോട്ട് പറഞ്ഞു തരൂല, നമ്മൾ പ്രകൃതിയിലോട്ട് ഇറങ്ങിച്ചെല്ലണം എന്നുള്ളൊരു മെസ്സേജ് ആണ് ഈ ഒരു പാഠത്തിലൂടെ നമ്മൾ കൺവേ ചെയ്യുന്നത്. ഇപ്പൊ പാഠത്തിന്റെ സമ്മറി ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇതിൽ നിന്ന് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന കാര്യം ഒന്ന്, ഒരു പോസ്റ്റർ തന്നെയാണ്. നേച്ചറിന്റെ ഇമ്പോർട്ടൻസ് ആണ് ഈ ഒരു ചാപ്റ്ററിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അപ്പൊ ഒരു പോസ്റ്റർ ചോദിക്കുന്നുണ്ട്, പ്രൊട്ടക്ട് നേച്ചർ എന്നുള്ള രീതിയിൽ ഒരു തീം വെച്ചിട്ട് ഒരു പോസ്റ്റർ ചെയ്യാൻ ചോദിക്കുന്നുണ്ട്. പിന്നെ റീഅറേഞ്ചിങ് സെന്റൻസസ്, ഈ പെബിൾ ഉണ്ടായിരിക്കുന്ന ഒരു കഥയില്ലേ, അത് ഈ ടെക്സ്റ്റിൽ പേജ് നമ്പർ 91 ലാസ്റ്റ് പാരഗ്രാഫ് ഫുൾ കുറച്ച് ലോങ് പാരഗ്രാഫ് ആണ്, പക്ഷെ അതിൽ ഒരുപാടൊന്നുമില്ല, കുറച്ച് അതിൽ നിന്ന് 4 5 സെന്റൻസ് തരും. അത് റീഅറേഞ്ച് എഴുതാനാണ് പറയുക. അതായത് നിങ്ങൾക്ക് ജമ്പിൾഡ് ഓർഡറിലാണ് തരിക. അവിടെയും ഇവിടെയും ഫസ്റ്റില് കാര്യമായിട്ട് ചിലപ്പോൾ ലാസ്റ്റിൽ തരിക, അങ്ങനെ തരും. എന്നിട്ട് നിങ്ങൾ അത് റീഅറേഞ്ച് ചെയ്ത് എഴുതാനുള്ള രീതിക്കാണ് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുള്ളത്. ഞാൻ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ഇൻ ദ ലെറ്റർ ദ ബുക്ക് ഓഫ് നേച്ചർ, ജവഹർലാൽ നെഹ്റു ടെൽസ് ദ സ്റ്റോറി ഓഫ് എ പെബിൾ. ദ ബുക്ക് ഓഫ് നേച്ചർ എന്ന് പറയുന്ന ഈ ഒരു ലെറ്റർ ഫോമിലുള്ള ഈ ഒരു പാഠത്തിൽ ജവഹർലാൽ നെഹ്റു ഒരു പെബിൾ, ഒരു കല്ലിന്റെ കഥ പറയുന്നുണ്ടല്ലേ. ദ മെയിൻ ഇവന്റ്സ് ഇൻ ദ സ്റ്റോറി ആർ ഗിവൺ ബിലോ ഇൻ ജംബിൾഡ് ഓർഡർ. ഈ സ്റ്റോറിയിലെ ആ പെബിൾ എങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ള ആ ഒരു സ്റ്റോറി നിങ്ങൾക്ക് ജംബിൾഡ് ഓർഡർ, അതായത് കറക്റ്റ് ഓർഡറിൽ അല്ല തന്നിരിക്കുന്നത്, തെറ്റിച്ച ഓർഡറിലാണ് തന്നിരിക്കുന്നത്, ജംബിൾഡ് ഓർഡർ അങ്ങനെയാണ് തന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങളോട് പറയുന്ന ക്വസ്റ്റ്യൻ എന്താണ്? റീ അറേഞ്ച് ദ ഇവന്റ്സ് ഇൻ കറക്റ്റ് ഓർഡർ. ഈ ഇവന്റ്സ്, ഈ ഒരു സ്റ്റോറി കറക്റ്റ് ഓർഡറിൽ റീ അറേഞ്ച് ചെയ്ത് എഴുതാനാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ഫസ്റ്റ് തന്നിരിക്കുന്നത് ബൈ റോളിംഗ് ആൻഡ് റോളിംഗ് ഇറ്റ്സ് എഡ്ജസ് ഹാഡ് വോൺ അവേ ആൻഡ് ഇറ്റ് വാസ് മെയ്ഡ് സ്മൂത്ത് ആൻഡ് ഷൈനി. ഉരുണ്ടുരുണ്ട് അതിന്റെ എഡ്ജസ്, അതിന്റെ വക്കുകളൊക്കെ പൊട്ടിപ്പോയി, എന്നിട്ട് അത് സ്മൂത്ത് ആൻഡ് ഷൈനി ആയിട്ട് മാറി. അപ്പൊ അത് ഫസ്റ്റ് തന്നെ അങ്ങനെയാണോ ആയത്? അല്ലല്ലോ, അതിന് മുന്നേ എന്തോ നടന്നിട്ടില്ലേ? അപ്പൊ ജംബിൾഡ് ഓർഡറിലാണ് തന്നിരിക്കുന്നത്, നിങ്ങളോട് റീഅറേഞ്ച് ചെയ്ത് എഴുതാനാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഇതിൽ തന്നിരിക്കുന്ന എത്ര പോയിന്റ്സ് ആണ് തന്നിരിക്കുന്നത്, ആ തന്ന പോയിന്റ്സ് ഫുൾ നമ്മൾ വായിക്കണം. അപ്പൊ ഇവിടുത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഫസ്റ്റ് പോയിന്റ്, ബൈ റോളിംഗ് ആൻഡ് റോളിംഗ് ഇറ്റ്സ് എഡ്ജസ് ഹാഡ് വോൺ അവേ ആൻഡ് ഇറ്റ് വാസ് മെയ്ഡ് സ്മൂത്ത് ആൻഡ് ഷൈനി. സെക്കൻഡ് വൺ, once upon a time the stone was a bit of rock with edges and corners. പണ്ടൊരിക്കലും ഈ കല്ല് എന്ന് പറയുന്നത് ഒരു വലിയ പാറക്കല്ലിന്റെ ഭാഗമായിരുന്നു, വിത്ത് എഡ്ജസ് ആൻഡ് കോർണേഴ്സ്, അതിന് ഒരുപാട് എഡ്ജസും കോർണേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു. മൂന്നാമത്തെ പോയിന്റ്, thus it became a pebble. അങ്ങനെ അതൊരു പെബിള്, നല്ല ഭംഗിയുള്ള ഒരു കല്ലായിട്ട് മാറി. നാലാമത്തത്, the rain washed it down to the valley, to the little valley and finally reached the river. മഴ വന്നിട്ട് ഈ ഒരു കല്ലിനെ താഴ്വാരത്തിലൂടെ ഒഴുകിക്കൊണ്ടുപോയി, എന്നിട്ട് അവസാനം അത് റിവറിലോട്ട് എത്തി. ആൻഡ് ഒരു പോയിന്റും കൂടെ ഉണ്ട്, ഇറ്റ് റെസ്റ്റഡ് ഓൺ സം മൗണ്ടെയിൻ സൈഡ്. അത് ഏതോ ഒരു മലയുടെ സൈഡിൽ, മൗണ്ടെയിൻ സൈഡിൽ റെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു.
അപ്പൊ നമുക്ക് ഏകദേശം മീനിങ് മനസ്സിലാക്കിയാൽ നമുക്ക് കഥ സിമ്പിൾ ആയിട്ട് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ ഇതിൽ ഫസ്റ്റ് ഏതാണ് വരിക? ഞാൻ ഇവിടെ നമ്പർ ഇട്ടാണ് കൊടുത്തിരിക്കുന്നത്, പിന്നെ റിപ്പീറ്റ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ ഇതിൽ ഫസ്റ്റ് വരുന്നത് നമുക്ക് 2 ആണ് അല്ലെ. വൺസ് അപ്പോൺ എ ടൈം ദ സ്റ്റോൺ വാസ് എ ബിറ്റ് ഓഫ് റോക്ക് വിത്ത് എഡ്ജസ് ആൻഡ് കോർണേഴ്സ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഇനി എഴുതുമ്പോ 1 ഇട്ടാണ് നമ്മൾ വൺസ് അപ്പോൺ എ ടൈം ദ സ്റ്റോൺ വാസ് അത് എഴുതുക. ഇനി റീഅറേഞ്ച് ചെയ്ത് എഴുതുന്ന സമയത്ത് ആ സെയിം നമ്പർ ഇടരുത് ട്ടോ. നിങ്ങൾ പിന്നീട് 1 2 3 എന്ന് പറഞ്ഞിട്ടാണ് ഫസ്റ്റ് തുടങ്ങാണ് വേണ്ടത്. അപ്പൊ നമുക്ക് ഇതിൽ ഫസ്റ്റ് വരുന്നത് വൺസ് അപ്പോൺ എ ടൈം, പണ്ടൊരിക്കല് ഈ കല്ല് വലിയൊരു പാറക്കല്ലിന്റെ ഭാഗമായിരുന്നു. അതിന് ഒരുപാട് റഫ് എഡ്ജസും കോർണേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു. രണ്ടാമത് വരുന്നത് ഏതാണ്? ഫിഫ്ത്ത് വൺ ആണ് അല്ലെ. ഇറ്റ് റെസ്റ്റഡ് ഓൺ സം മൗണ്ടെയിൻ സൈഡ്. അപ്പൊ ആ കല്ല് എവിടെയായിരുന്നു? അത് ഏതോ ഒരു മൗണ്ടെയിൻ, ഏതോ ഒരു മലയുടെ താഴെ, മലയുടെ സൈഡിലായിട്ടാണ് റെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ പറയുന്നത് എന്താണ്? ദ റെയിൻ വാഷ്ഡ് ഇറ്റ് ടു ദ വാലി ആൻഡ് ഫൈനലി റീച്ച് ദ റിവർ. അങ്ങനെ ആ ഒരു മലയുടെ സൈഡിൽ റെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ഈ ഒരു കല്ലിനെ മഴ വന്നിട്ട് താഴോട്ട് വഹിച്ചു കൊണ്ടുപോകാനുള്ള വാലി താഴ്വാരത്തിലൂടെ, എന്നിട്ട് അത് റിവറിലോട്ട് എത്തി. പിന്നെ പറയുന്നത് എന്താണ്? ബൈ റോളിംഗ് ആൻഡ് റോളിംഗ് ഇറ്റ്സ് എഡ്ജസ് ഹാഡ് വോൺ അവേ ആൻഡ് ഇറ്റ് വാസ് മെയ്ഡ് സ്മൂത്ത് ആൻഡ് ഷൈനി. അങ്ങനെ മഴ വന്ന് കൊണ്ടുപോകുന്നതിന്റെ ഫലമായിട്ട്, റോളിംഗ് ആൻഡ് റോളിംഗ്, ഉരുണ്ടുരുണ്ട് പോകുന്നതിന്റെ ഭാഗമായിട്ട് അതിന്റെ ആ ഒരു റഫ് എഡ്ജസ് ഒക്കെ അല്ലേ, ആ എഡ്ജസ് ഒക്കെ വോൺ അവേ, അതൊക്കെ പൊട്ടിപ്പോയിട്ട് അത് സ്മൂത്ത് ആൻഡ് ഷൈനി ആയിട്ട് മാറുകയാണ്. നല്ല ഭംഗിയുള്ള സ്മൂത്ത് ആൻഡ് ഷൈനി ആയിട്ട് മാറുന്നു. ദസ് ഇറ്റ് ബിക്കെയിം എ പെബിൾ. ലാസ്റ്റ് വൺ, ദസ് ഇറ്റ് ബിക്കെയിം എ പെബിൾ. അങ്ങനെയാണ് അതൊരു പെബിൾ ആയിട്ട് മാറിയത്. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ഈസിയാണ്. നമ്മൾ ഫസ്റ്റ് തന്നെ തന്നിട്ടുള്ള പോയിന്റ്സ് ഒക്കെ ആദ്യം വായിച്ച് മനസ്സിലാക്കി വെക്കുക, എന്നിട്ട് നമ്പർ ഇട്ട് വെക്കുക, എന്നിട്ട് ആ നമ്പർ കറക്റ്റ് ഓർഡറിൽ എടുത്ത് എഴുതുക. ഓക്കെ, ഇങ്ങനെ ഞാനിവിടെ ഇട്ടോളം നമ്പർ എടുത്ത് എഴുതി വെക്കരുതേ. നിങ്ങൾ ഫുൾ സെന്റൻസ് തന്നെ എടുത്ത് എഴുതി വെക്കണം. ഞാനിത് പിന്നെ റിപ്പീറ്റ് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എഴുതിയതാണ്. നിങ്ങൾ സെന്റൻസ് സെന്റൻസ് തന്നെ എടുത്തെടുത്ത് എഴുതണം കേട്ടോ. അപ്പൊ നമ്മുടെ യൂണിറ്റ് 3 ഇത്രയേ ഉള്ളൂ. നമുക്ക് നെക്സ്റ്റ് യൂണിറ്റ് 4 പോവാം. യൂണിറ്റ് 4ഉം സ്റ്റോറീസ് തന്നെയാണ്. ഇതിലെ ഫസ്റ്റ് ചാപ്റ്റർ വരുന്നത് ദ ഗ്രെയിൻ ആസ് ബിഗ് ആസ് എ ഹെൻസ് എഗ് എന്ന് പറയുന്ന ഒരു സ്റ്റോറിയാണ്, ഒരു ബ്യൂട്ടിഫുൾ സ്റ്റോറി. എന്താണ്? എ ഗ്രെയിൻ, ദ ഗ്രെയിൻ ആസ് ബിഗ് ആസ് എ ഹെൻസ്, ഒരു കോഴിമുട്ടയോളം വലിപ്പമുള്ള ഒരു ധാന്യം എന്നാണ് നമ്മുടെ ചാപ്റ്ററിന്റെ ഹെഡിങ്. ഈ ഹെഡിങ് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ക്യൂരിയോസിറ്റി തോന്നുന്നില്ലേ? എന്താണ് ഒരു കോഴിമുട്ടയോളം വലിപ്പം വരും ഒരു ധാന്യമൊക്കെ? ധാന്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ അരിമണി അല്ലെങ്കിൽ ഒരു ഗോതമ്പ്, അതിന്റെയൊക്കെ വലിപ്പം നിങ്ങൾ കണ്ടിട്ടില്ലേ? ചെറുതായിരിക്കും അല്ലേ? ആ ഒരു ചെറിയ വലിപ്പത്തെക്കാളും 10 മടങ്ങ് വലിപ്പമുള്ള ഒരു കോഴിമുട്ടയുടെ അത്രയും വലിപ്പമുള്ള ഒരു ധാന്യം കിട്ടുമ്പോൾ എന്തായിരിക്കും നമ്മുടെയൊക്കെ ക്യൂരിയോസിറ്റി? അതാണ് ഈ ചാപ്റ്റർ. അപ്പൊ ഈ ചാപ്റ്ററിൽ പറയുന്നത് കുറച്ച് കുട്ടികൾ ഇങ്ങനെ നടന്നു പോകുന്ന വഴിക്ക് അവർക്ക് ഇങ്ങനെ ഒരു ധാന്യം കിട്ടാണ്, ഒരു കോഴിമുട്ടയോളം വലിപ്പമുള്ള ഒരു ധാന്യം കിട്ടാണ്. പക്ഷെ ഇത് എന്തിന്റെ ധാന്യമാണെന്ന് അവർക്ക് അറിയൂല. അപ്പോ ഇതിങ്ങനെ കയ്യിൽ പിടിച്ച് നടക്കുന്ന സമയത്ത് ഒരു പാസഞ്ചർ, അതുവഴി നടന്നു പോകുന്ന ഒരാൾ ഇത് കാണുകയാണ്. അങ്ങനെ അയാള് കുട്ടികളിൽ നിന്ന് അത് പൈസ കൊടുത്തിട്ട് വാങ്ങുകയാണ്. അവർക്ക് ഒരു പെന്നി കൊടുക്കുന്നുണ്ട്. പെന്നി എന്ന് പറഞ്ഞാല് കോയിൻ, ഒരു പൈസ കൊടുക്കുന്നുണ്ട്. പൈസ കൊടുത്തിട്ട് അത് വാങ്ങുന്നുണ്ട് അയാൾ. എന്നിട്ട് അയാൾ എന്താ ചെയ്യുന്നത്? രാജാവിന് കൊണ്ടുപോയിട്ട് വിൽക്കുകയാണ്. ഇയാൾക്ക് ആകാംക്ഷ കൂടിയിട്ട് രാജാവിന്റെ അടുത്ത് കൊണ്ടുപോയി വിൽക്കുകയാണ്. കാരണം ഇത്രയും വലിപ്പമുള്ള ഒരു ധാന്യം ഇതുവരെയായിട്ട് ആരും കണ്ടിട്ടില്ല. അപ്പൊ രാജാവിന് വിൽക്കുന്ന സമയത്ത് രാജാവിന് അത്ഭുതം തോന്നുകയാണ്. എന്താണ് ഇത്രയും വലിയ ധാന്യം ഇപ്പൊ എവിടെ നിന്നാണ് കിട്ടുക? ആരാണ് ഇങ്ങനത്തെ ഉണ്ടാക്കിയെന്നൊക്കെ രാജാവിനും അറിയണം. അങ്ങനെ രാജാവ് പണ്ഡിതന്മാരെ വിളിച്ച് അന്വേഷിക്കുന്നുണ്ട്. പക്ഷെ പണ്ഡിതന്മാർക്കൊന്നും ഒന്നും അറിയൂല. അങ്ങനെ അവര് പറയുകയാണ്, പെസന്റ്, മേ ബി കർഷകരോട് ചോദിച്ചാൽ അവർക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റുമായിരിക്കും എങ്ങനത്തെയാണ്, എവിടെയാണ് ഇത്രയും വലിപ്പത്തിലുള്ളതൊക്കെ ഉണ്ടാകുന്നത് എന്നറിയാൻ വേണ്ടി പറ്റുമായിരിക്കും എന്ന് പറയുന്നുണ്ട്. അതിനിടയ്ക്ക് ഇത് ചോളത്തിന്റെ ധാന്യം, കോൺ, ചോളത്തിന്റെ ധാന്യമാണ് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ രാജാവ് കർഷകനെ വിളിച്ചുകൊണ്ടുവരാൻ പറയാണ്. അങ്ങനെ ഈ പണ്ഡിതര് ഫസ്റ്റിൽ ഒരു കർഷകനെ കൊണ്ടുവരും. അയാളോട് ചോദിക്കുമ്പോ അയാൾ പറയും ഇല്ല ഞാൻ കണ്ടിട്ടില്ല എന്നൊക്കെ പറയും. അയാൾക്ക് ചെവി അത്രയ്ക്ക് കേൾക്കൂല, അതുപോലെ തന്നെ കണ്ണിന് അത്രയും കാഴ്ചശക്തി ഒന്നുമില്ല. പിന്നെ അയാള് ക്രച്ചസ്, ഊന്നുവടിയില്ലേ, നടക്കാൻ സഹായിക്കുന്ന ഒരു വടിയില്ലേ, ആ ഊന്നുവടിയുടെ സഹായത്തോടെയാണ് അയാൾ നടന്നു വന്നത്. 2 ഊന്നുവടികൾ കൊണ്ടിട്ടാണ് അയാൾ നടന്നു വന്നത്. അപ്പൊ അയാളോട് ചോദിക്കുമ്പോ അയാൾ എനിക്ക് അറിയൂല എന്ന് പറയുന്നുണ്ട്. അപ്പൊ അയാൾ പറയാണ് ചിലപ്പോ എന്റെ അച്ഛനോട് ചോദിച്ചാല് അച്ഛന് അറിയാമായിരിക്കും ഇത്രയും വലിയ ധാന്യം എവിടെയാണ് ഉണ്ടാകുന്നത് എന്ന്. അങ്ങനെ രണ്ടാമത് ഈ വന്നിട്ടുള്ള അയാളുടെ അച്ഛനെ വിളിക്കും. അങ്ങനെ അച്ഛൻ വരുമ്പോ അച്ഛനും ഇയാളെ പോലെ തന്നെ ഒരു കുറച്ച് ചെവിയെ കേൾക്കാൻ പറ്റുന്നുള്ളൂ, അതുപോലെ തന്നെ കണ്ണിന് കാഴ്ചശക്തി കുഴപ്പമില്ലാത്ത രീതിയിലുണ്ട്. പക്ഷെ ഇയാളെക്കാളും ഉണ്ട്. ഇയാൾ ഫസ്റ്റ് വന്ന ആളാണ് തീരെ ഇല്ലാത്തത്. അങ്ങനെ ഇയാൾ വന്നിരിക്കുന്നത് എങ്ങനെയാണ്? ഒരു ഊന്നുവടിയുടെ സഹായത്തോടെ ആയിരിക്കും. മറ്റേയാൾ ആദ്യം വന്നയാള് 2 ഊന്നുവടിയുടെ സഹായത്തോടെയാണ്. ഇയാളുടെ അച്ഛൻ വന്നത് ഒരു ഊന്നുവടിയുടെ സഹായത്തോടെയാണ്. അതായത് മകനേക്കാളും ആരോഗ്യവാനായിരുന്നു അച്ഛന്. അങ്ങനെ അയാളോടും ചോദിക്കും രാജാവ് സെയിം ക്വസ്റ്റ്യൻ തന്നെ, നിങ്ങൾക്ക് അറിയോ ഇത്രയും വലിയ ധാന്യം എവിടെയാണ് ഉണ്ടാകുന്നതെന്ന് അറിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്.
അപ്പൊ അയാൾ പറയുന്നുണ്ട്, എനിക്കും അറിയൂല, ഞാനും ഇപ്പൊ കാണുന്ന പോലെ തന്നെ ചെറിയ ധാന്യങ്ങളൊക്കെ കണ്ടിട്ടുള്ളൂ, എനിക്ക് അറിയൂല എന്ന് പറയുന്നുണ്ട് അയാൾ. അങ്ങനെ അയാൾ പറയാണ്, ചിലപ്പോ എന്റെ അച്ഛനോട്, രണ്ടാമത് വന്ന ആളുടെ അച്ഛനോട് ചോദിച്ചാൽ അറിയാൻ പറ്റുമായിരിക്കും എന്ന് പറയാണ്. അങ്ങനെ ദ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ മുതുമുത്തശ്ശനെ കൊണ്ടുവരികയാണ്. അങ്ങനെ അയാളോട് ചോദിക്കുമ്പോൾ അയാൾക്ക് ഇത് കാണുമ്പോൾ ആകെ സന്തോഷമാവും. കാരണം അയാളുടെ കാലത്തൊക്കെ ഇത്രയും വലിപ്പമുള്ള ധാന്യമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് അയാൾ അത് കണ്ടിട്ടില്ല. അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ ഒന്ന് കണ്ട് ഒരു സന്തോഷത്തില് അയാള് അത് കയ്യിലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചൊക്കെ നോക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അതിന്റെ ഒരു കഷ്ണം, ഒരു ചെറിയ പീസ് കടിക്കുന്നുമുണ്ട്. അങ്ങനെ അയാൾ പറയാണ്, അയാളുടെ കാലത്ത് ഇങ്ങനെയുള്ള ധാന്യങ്ങളൊക്കെ ഇത്ര വലിപ്പത്തിലുള്ള ധാന്യങ്ങളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ആൻഡ് അയാളുടെ കാലത്ത് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പൈസ കൊടുത്തൊന്നും വാങ്ങലില്ലായിരുന്നു. എല്ലാവരും അവനവന് വേണ്ടത് അവനവൻ തന്നെ കൃഷി ചെയ്ത് ഉണ്ടാക്കുമായിരുന്നു. പിന്നെ ഇന്നത്തെ പോലെ ആരും മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നവരായിരുന്നില്ല. എല്ലാവർക്കും അവരവരുടേതായ ഒരു സ്ഥലവും അതിനനുസരിച്ചിട്ട് ജോലിയൊക്കെ ചെയ്ത് സന്തോഷത്തോടെ ജീവിച്ചിരുന്നവരായിരുന്നു. അതായത് ഈ ചാപ്റ്റർ നമുക്ക് തരുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത്, പണ്ട് കാലത്ത് നല്ല രീതിയിൽ അധ്വാനിച്ച് ജീവിച്ചിരുന്ന മനുഷ്യരും ഇപ്പൊ, അതായത് നമ്മുടെ കാലത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്? അധ്വാനിക്കുന്നുണ്ടോ? ഇല്ല അല്ലെ? മറ്റുള്ളവർ അധ്വാനിച്ചു കൊണ്ടുവരുന്നത് നമ്മൾ വാങ്ങുകയാണ്, അത് കഴിക്കുകയാണ്, അങ്ങനെയല്ലേ? അപ്പൊ ഈ രണ്ട് ജനറേഷൻ തമ്മിലുള്ള ഒരു ഡിഫറൻസ് ആണ് ഈ ഒരു സ്റ്റോറിയിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോ അയാള് പറയുന്ന ഒരു മെസ്സേജ് ഉണ്ട് ട്ടോ. മനുഷ്യന് ഈ കാലത്ത്, ഇന്നത്തെ കാലത്ത് മനുഷ്യന് തങ്ങളുടെ അധ്വാനമൊക്കെ മതിയാക്കി നമ്മള് ജോലി ചെയ്യുന്നില്ല. നമ്മൾ അതൊക്കെ മതിയാക്കി എന്തിനും ഏതിനും മറ്റുള്ള ആളുകളെ ആശ്രയിച്ചാണ് ജീവിച്ചു നിൽക്കുന്നത്. പക്ഷെ പഴയ കാലത്ത്, അയാള് ജീവിച്ചിരുന്ന കാലത്ത് മനുഷ്യന് എന്നായിരുന്നു? ദൈവത്തിന്റെ നിയമം അനുസരിച്ചാണ് ജീവിച്ചിരുന്നത്. അതായത് അവർക്ക് വേണ്ടതൊക്കെ അവര് തന്നെ സമ്പാദിച്ചായിരുന്നു ജീവിച്ചത്. മറ്റുള്ളവര് എന്ത് സമ്പാദിക്കുന്നു അല്ലെങ്കിൽ എത്ര സമ്പാദിക്കുന്നു എന്നൊന്നും നോക്കി ജീവിച്ചിരുന്നില്ല. നമ്മൾ ഇന്നൊക്കെ മറ്റുള്ളവർ എത്രയാണോ സമ്പാദിക്കുന്നത് അതിലേറെ നമുക്ക് സമ്പാദിക്കണം എന്നുള്ള രീതിയിലല്ലേ നമ്മളൊക്കെ ഇന്ന് ജീവിച്ചു പോകുന്നത്. അപ്പൊ നമ്മളെയും പണ്ടുള്ള മനുഷ്യരെയും തമ്മിലുള്ളൊരു ഡിഫറൻസ് ആണ് നമുക്ക് ഇതിലൂടെ കാണിച്ചു തരുന്നത് ട്ടോ. അപ്പൊ ഈ ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ. ഈ ചാപ്റ്റർ ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ്. നമുക്ക് ഇതിൽ നിന്ന് മേ ബി ഒരു സ്പീച്ച് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ചാപ്റ്ററിൽ തന്നെ ഉണ്ട്, നിങ്ങൾക്ക് ഒരു സ്പീച്ച് എഴുതാൻ വേണ്ടി ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് ഇമ്പോർട്ടന്റ് സ്പീച്ച് തന്നെയാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഫസ്റ്റിലെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഒരു റീഡിംഗ് കോംപ്രഹൻഷൻ ആയിരിക്കും. റീഡിംഗ് കോംപ്രഹൻഷൻ എന്ന് പറഞ്ഞാൽ ഒരു പാരഗ്രാഫ് തരും. പാരഗ്രാഫ് തന്നിട്ട് അതിൽ നിന്ന് 4ഓ 5ഓ ക്വസ്റ്റ്യൻസ് ചോദിക്കും. ആ പാരഗ്രാഫ് വായിച്ച് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യുക എന്നുള്ളതാണ് റീഡിംഗ് കോംപ്രഹൻഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ചാപ്റ്ററിൽ നിന്ന് അങ്ങനെ ഒരു പാർട്ട് പോസിബിൾ ആണ്. കാരണം ലോങ് ചാപ്റ്റർ ആണ്. എത്ര ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിച്ചാലും എഴുതാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ കൂടിയിട്ടാണ്. അപ്പൊ പാഠം നന്നായിട്ട് വായിച്ചിട്ട് തന്നെ പോകണം ട്ടോ. ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് സ്പീച്ച്. ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ദ കിങ് ഡിസൈഡഡ് ടു ഹോണർ ദ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ. ലാസ്റ്റിൽ വന്നിട്ടുള്ള മുതുമുത്തശ്ശൻ ഇല്ലേ, അയാളെ ഒന്ന് ആദരിക്കാൻ വേണ്ടിയിട്ട് രാജാവ് തീരുമാനിക്കാണ്. ഹി ഓർഗനൈസ് ദ ഫംഗ്ഷൻ ടു ഫെലിസിറ്റേറ്റ് ഹിം. അയാളെ ആശംസിക്കാൻ വേണ്ടിയിട്ട് രാജാവ് ഒരു പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട്. ദ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ മെയ്ഡ് എ സ്പീച്ച് അബൌട്ട് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ലൈഫ് സ്റ്റൈൽ ആൻഡ് ദ മെത്തേഡ്സ് ഓഫ് ഫാമിംഗ് ഡ്യൂറിംഗ് ഹിസ് ഓൺ ടൈം ആൻഡ് ദാറ്റ് ഓഫ് ദി പ്രസന്റ് ജനറേഷൻ. നമ്മൾ ഇപ്പൊ പറഞ്ഞ കാര്യമാണ്. എന്താണ്? ഈ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ മുതുമുത്തശ്ശി നടത്തുന്ന ഒരു സ്പീച്ച്, ഒരു പ്രസംഗം എഴുതാൻ പറയുന്നുണ്ട്. അപ്പൊ എന്താണ് ടോപ്പിക്? പണ്ട് കാലത്ത്, അയാൾ ജീവിച്ചിരുന്ന കാലത്തും നമ്മുടെ കാലത്തും ഉള്ള ലൈഫ് സ്റ്റൈല്, ജീവിത രീതിയും, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെയും നമ്മളുടെയും കാലത്ത് ഉണ്ടായിരുന്ന ഫാമിംഗ് ഫാമിംഗ് എന്ന് പറഞ്ഞ മെത്തേഡ്സ് ഓഫ് ഫാമിംഗ് പറഞ്ഞത്. ഫാമിംഗ് എന്ന് പറഞ്ഞാൽ ഈ ജോലി ചെയ്യുന്ന, കൃഷിയൊക്കെ ചെയ്യുന്ന രീതിയില്ലേ, അത് രണ്ടും, അതുപോലെ നമ്മളോടുള്ള ലൈഫ് സ്റ്റൈൽ, നമ്മുടെ ജീവിത രീതിയും ഒന്ന് കമ്പയർ ചെയ്തിട്ട് ഒരു ഡിഫറൻസ് എന്താണെന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരു സ്പീച്ച് നടത്താൻ പറയാണ്. അപ്പൊ സ്പീച്ച് എങ്ങനെയാണ് തുടങ്ങുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ തന്നെ തുടങ്ങാം. ഹോണറബിൾ ഹിസ് മജസ്റ്റി ദ കിങ് ആൻഡ് ദ കോർട്ടിയേഴ്സ്. നമ്മുടെ കിങ്, രാജാവിന്റെ മുന്നിലാണല്ലോ നമ്മളിവിടെ സ്പീച്ച് നടത്തുന്നത്. ഈ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ആണ് കേട്ടോ സ്പീച്ച് പറയുന്നത്. ആരാ സ്പീച്ച് പറയുന്നതെന്ന് ഓർത്ത് വെക്കണം. ആ രീതിയിലാണ് നമ്മൾ സ്പീച്ച് എഴുതേണ്ടത്. അപ്പൊ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ആണ് സ്പീച്ച് പറയുന്നത്. ആരുടെ മുന്നിലാണ്? കിങ്ങിന്റെ മുന്നിലാണല്ലേ. അപ്പൊ ഹോണറബിൾ ഹിസ് മജസ്റ്റി ദ കിങ്, ഇത്രയൊന്നും പറഞ്ഞില്ലെങ്കിലും ഹോണറബിൾ ദ കിങ് എന്നെങ്കിലും പറഞ്ഞിട്ട് ഒരു കോമ ഇട്ട് വെക്കാം കേട്ടോ. അപ്പൊ സാധാരണ ഇത്ര ഒന്നും ചോദിക്കാറില്ല. നമ്മുടെ എന്തെങ്കിലും സ്കൂളിലോ ഫ്രണ്ട്സിന്റെ മുന്നിലൊക്കെ ആണെങ്കിൽ ഡിയർ ഫ്രണ്ട്സ് അല്ലെങ്കിൽ റെസ്പെക്ടഡ് ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കോമ ഇടുക. എന്നിട്ട് നെക്സ്റ്റ് ലൈനിൽ നമ്മൾ കാര്യം പറഞ്ഞു തുടങ്ങേണ്ടത്. അപ്പൊ ഇവിടെ പറയുന്നേ ഹോണറബിൾ ഹിസ് മജസ്റ്റി ദ കിങ് ആൻഡ് ദ കോർട്ടിയേഴ്സ്, ഏറ്റവും താഴ്മയോടുള്ള രാജാവ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഹംബിൾനെസ് കാണിക്കുന്നതാണ് അവിടെ. അപ്പോ നെക്സ്റ്റ് ലൈനിലാണ് നമ്മൾ കാര്യം പറഞ്ഞു തുടങ്ങേണ്ടത്. ഐ ആം വെരി ഹാപ്പി ദാറ്റ് ദ കോർട്ട് ഹാസ് ഡിസൈഡഡ് ടു ഫെലിസിറ്റേറ്റ് മീ. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എന്താണ്? ഈ
കൊട്ടാരത്തിൽ നിന്ന് എന്നെ അനുമോദിക്കാൻ ഇങ്ങനെ ഒരു ചടങ്ങ് വെച്ചതിൽ എനിക്ക് നല്ല സന്തോഷമുണ്ട്. ഇറ്റ് ഈസ് എ ഗ്രേറ്റ് ഹോണർ ഫോർ എ പെസന്റ് ലൈക്ക് മീ. എന്നെപ്പോലെ ഒരു കർഷകന് ഇത് വലിയൊരു ആദരവാണല്ലേ. ആൻഡ് ഐ ആം ഓൺലി ഹാപ്പി ടു ഷെയർ വിത്ത് യു ദ ഡീറ്റെയിൽസ് ഓഫ് ലൈഫ് സ്റ്റൈൽ ആൻഡ് ഫാമിംഗ് ഡ്യൂറിങ് അവർ ടൈം. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, എന്റെ കാലത്തുണ്ടായിരുന്ന ലൈഫ് സ്റ്റൈലും ഫാമിങ്ങിന്റെ രീതിയൊക്കെ ഇവിടെ പറഞ്ഞു തരാം. അയാൾ പറയാണ്, അറ്റ് ദാറ്റ് ടൈം, ആ ഒരു സമയത്ത്, മൈ ഗ്രാൻഡ് ഫാദർ ആൻഡ് ഐ ലിവ്, ഞാനും എന്റെ ഗ്രാൻഡ് ഫാദറും ജീവിച്ചിരുന്നത് ബൈ അവർ ഓൺ ലേബർ, ഞങ്ങളുടെ തന്നെ സ്വന്തം അധ്വാനിച്ചിട്ട് കൊണ്ടാണ് ഞങ്ങൾ ജീവിച്ചിരുന്നത്. അതായത് ഞങ്ങൾ അധ്വാനിച്ചുകൊണ്ടാണ് ജീവിച്ചിരുന്നത്, മറ്റുള്ളവരെ ഞങ്ങൾ ആശ്രയിച്ചിരുന്നില്ല. നോ വൺ കവേറ്റഡ് വാട്ട് അതേഴ്സ് ഹാഡ് പ്രൊഡ്യൂസ്ഡ്. ആരും മറ്റുള്ളവർ ഉണ്ടാക്കിയിരുന്നത് ആഗ്രഹിച്ചിരുന്നില്ല. കവേറ്റഡ് എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കുക. വിത്ത് വി യൂസ് നാച്ചുറൽ മെത്തേഡ്സ് ഓഫ് കൾട്ടിവേഷൻ. ഞങ്ങൾ നാച്ചുറൽ ആയിട്ടുള്ള കൾട്ടിവേഷൻ ആണ് ഉപയോഗിച്ചിരുന്നത്. കൾട്ടിവേറ്റിംഗ് ചെയ്യുന്ന രീതി നാച്ചുറൽ ആയിരുന്നു. പീപ്പിൾ വെർ നോട്ട് സെൽഫിഷ്. പീപ്പിൾ സെൽഫിഷ് ആയിരുന്നില്ല. സെൽഫിഷ് എന്ന് പറഞ്ഞാൽ സ്വാർത്ഥരല്ലേ, അതായത് ഒരു ദയം കാണിക്കാത്തുള്ള രീതിയിലാണ് ഇന്നത്തെ ആളുകളൊക്കെ. അപ്പോ അങ്ങനെ ആയിരുന്നില്ല ഞങ്ങൾ ഭയങ്കര സെൽഫിഷ് ഒന്നും അല്ല. ഞങ്ങൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പരസ്പരം സഹായിക്കുന്നവരായിരുന്നു. ആൻഡ് സെൽഫ് സെന്റേർഡും ആയിരുന്നില്ല. വി വർ മച്ച് ഹാപ്പിയർ. ഞങ്ങൾ ഭയങ്കര സന്തോഷവാനായിരുന്നു. ഹെൽത്തിയർ ദാൻ ദി പ്രസന്റ് ജനറേഷൻ. ഞങ്ങളോ ഭയങ്കര ഹെൽത്തിയുമായിരുന്നു. ഇന്നത്തെ ജനറേഷനേക്കാളും ഭയങ്കര ഹെൽത്തി ആയിരുന്നു ഞങ്ങൾ അന്നത്തെ ജനറേഷൻ. ബട്ട് വാട്ട് ഈസ് ഗോയിങ് ഓൺ നൗ? പക്ഷെ ഇന്ന് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? പീപ്പിൾ ലിവ് ബൈ ഡിപ്പെൻഡിങ് ഓൺ അതേഴ്സ്. മനുഷ്യര് മറ്റുള്ളവരെ ആശ്രയിച്ചാണല്ലേ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. മോർ ഓവർ ദേ ആർ ജലസ് ആൻഡ് ഗ്രീഡി. അതിലും അപ്പുറം അവരെന്താണ്, ജലസ്, ഭയങ്കര അസൂയ മൂത്തവരാണ്. ആൻഡ് ഗ്രീഡി, അത്യാഗ്രഹക്കാരുമാണ്. ഇന്നത്തെ ജനറേഷൻ എന്ന് പറയുന്നത് അസൂയയും അത്യാഗ്രഹവും ഒക്കെ കൊണ്ട് നടക്കുന്നവരാണ്. പണ്ടത്തെ ജനറേഷൻ ഇങ്ങനെയൊന്നും ആയിരുന്നു, ഭയങ്കര ഹെൽപ്പിംഗ് മൈൻഡ്, അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്നവരൊക്കെ ആയിരുന്നു. നൗ ഫാമേഴ്സ് ഹാവ് എ പ്രോഫിറ്റ് മോട്ടീവ്. ഇന്നത്തെ കർഷകർക്ക് ഒരേ ഒരു പ്രോഫിറ്റ് മോട്ടീവ് എന്ന് പറഞ്ഞ ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്താണ്? പ്രോഫിറ്റ്. പൈസ ഉണ്ടാക്കണം, പ്രോഫിറ്റ് വേണം എന്നുള്ളൊരു ഒരേ ഒരു മോട്ടീവ് മാത്രമാണ് ഇന്നത്തെ കർഷകരുടേത്. സോ ദേ യൂസ് ആർട്ടിഫിഷ്യൽ മെത്തേഡ്സ് ഓഫ് കൾട്ടിവേഷൻ ദാറ്റ് ലെഡ് ടു ഡ്രെഡ്ഫുൾ ഡിസീസ്. അതുകൊണ്ട് തന്നെ അവർ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള രീതിയിൽ ഫാർമിംഗ് ചെയ്യാൻ തീരുമാനിക്കുന്നുണ്ട്. അതായത് പെസ്റ്റിസൈഡ്സ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്, കീടനാശിനികൾ ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്, കെമിക്കൽസ് ഒക്കെ. അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നതിന്റെ ഫലം എന്താണ്? ദാറ്റ് ലെഡ് ടു ഡ്രെഡ്ഫുൾ ഡിസീസസ്. അതെല്ലാം ഡ്രെഡ്ഫുൾ, മാറാരോഗങ്ങൾക്ക്, ഭയങ്കരമായ വലുത ഡിസീസസ്, രോഗങ്ങൾ കാരണമാകുന്നുണ്ടല്ലേ. ഇപ്പൊ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം തന്നെ നോക്കിയാൽ മനസ്സിലാവും. നമ്മളോട് പറയാറില്ലേ, പുറത്തുനിന്ന് ഫുഡൊന്നും വാങ്ങി, ജങ്ക് ഫുഡ്സ് ഒന്നും കഴിക്കരുത്, അതൊക്കെ ഹാം ചെയ്യും, നമ്മുടെ ഹെൽത്തിന് ഹാമാണ്. അതുപോലെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങി ഉണ്ടാക്കി കഴിക്കുക, നമ്മളതൊക്കെയാണ് നല്ലത് എന്നൊക്കെ നമ്മൾ എപ്പോഴും പറയാറില്ല. അതേ കാര്യം തന്നെയാണ് ഇവിടെ പറയുന്നത്. അവർ ആർട്ടിഫിഷ്യൽ മെത്തേഡ്സ് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് വലിയ രോഗങ്ങൾ വരാൻ കാരണമാവുന്നുണ്ട്. ഐ ഡോണ്ട് വാണ്ട് ടു പ്രൊലോങ് മൈ സ്പീച്ച്. ഇതൊരു കർഷകൻ പറയുന്ന, ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ പറയുന്ന സ്പീച്ച് അല്ലേ. അയാൾ പറയാണ്, ഐ ഡോണ്ട് വാണ്ട് ടു പ്രൊലോങ് മൈ സ്പീച്ച്. എനിക്ക് എന്റെ സ്പീച്ച്, ഈ ഒരു സ്പീച്ച് ഒരുപാട് നീട്ടിക്കൊണ്ട് പോകണ്ട. ഐ കൺവേ മൈ ഹോൾ ഹേർട്ടഡ് ഗ്രാറ്റിറ്റ്യൂഡ് ടു ഹിസ് മജസ്റ്റി ദ കിങ്. ഞാൻ എന്റെ ഗ്രാറ്റിറ്റ്യൂഡ് ഈ കിങ്ങിന് വേണ്ടിയിട്ട് അറിയിക്കാണ്, നന്ദി അറിയിക്കാണ്. ബിഫോർ ഐ കൺക്ലൂഡ് ഐ ഹാവ് എ ഹംബിൾ റിക്വസ്റ്റ് ടു ദ കിങ്. ഞാൻ ഈ സ്പീച്ച് നിർത്തുന്നതിന്റെ മുന്നേ എനിക്കൊരു ഹംബിൾ റിക്വസ്റ്റ്, ഒരു അപേക്ഷയുണ്ട്. എന്താണ്? ടു പ്രൊമോട്ട് നാച്ചുറൽ മെത്തേഡ്സ് ഓഫ് കൾട്ടിവേഷൻ ഫോർ ദ സേക്ക് ഓഫ് ഓൾ അവർ പീപ്പിൾ. നമ്മുടെ എല്ലാം ജനങ്ങളുടെ നല്ലതിന് വേണ്ടി, നല്ല ഭാവിക്ക് വേണ്ടിയിട്ട് രാജാവ് എന്ത് ചെയ്യണം? നാച്ചുറൽ മെത്തേഡ്സ്, പ്രകൃതിയുടെ ഭാഗമായിട്ടുള്ള ഫാമിംഗ് നടത്തി, നല്ല രീതിയിൽ നടത്തി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ഫാമിംഗ് ഒന്ന് പ്രൊമോട്ട് ചെയ്യണം, ഒന്ന് പ്രോത്സാഹിപ്പിക്കണം എന്ന് ഒന്ന് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് ഈ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ സ്പീച്ച് നടത്താണ്. സ്പീച്ച് അവസാനിപ്പിക്കുന്ന സമയത്ത് താങ്ക് യു കൊടുക്കാം കേട്ടോ. അപ്പൊ സ്പീച്ച് എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്, തുടക്കത്തിൽ നമ്മൾ അഡ്രസ് ചെയ്യുന്നത് ആരെയാണോ അതാണ്. ഇപ്പൊ സ്കൂളുകളിലും ഫ്രണ്ട്സിന്റെ മുന്നിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഡിയർ ഫ്രണ്ട്സ്, അല്ലെങ്കിൽ റെസ്പെക്ടഡ് ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ് എന്നൊക്കെ പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാം. ഇതിങ്ങനെ കിങ് ആയതുകൊണ്ടാണ് ഹോണറബിൾ എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടോ, ഹോണറബിൾ ഹിസ് മജസ്റ്റി എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ലാസ്റ്റിൽ നമുക്ക് താങ്ക് യു എന്നും കൂടെ കൊടുക്കണം, ലാസ്റ്റ് സ്പീച്ച് കൺക്ലൂഡ് ചെയ്യാനായിരുന്നു. ഓക്കെ, അപ്പൊ അത് ഇത്രയേ ഉള്ളൂ സ്പീച്ച് പറയുന്നത്. പിന്നെ ഇതില് ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണ്, ഇതിൽ മൂന്ന് പെസൻസ് വരുന്നുണ്ടല്ലേ, മൂന്ന് കർഷകർ വരുന്നുണ്ട് ഈ സ്റ്റോറിയിൽ. ഫസ്റ്റിൽ ഒരാൾ വരുന്നുണ്ട്, അയാളുടെ അച്ഛൻ രണ്ടാമത് വരുന്നുണ്ട്, രണ്ടാമത്തെ ആളുടെ അച്ഛൻ മൂന്നാമതും വരുന്നുണ്ട് അല്ലെ. അല്ല, ഈ ഫസ്റ്റിൽ വന്ന ആള് പ്രായം കൊണ്ട് ചെറുതാണെങ്കിലും പക്ഷെ ആരോഗ്യനിലയിൽ ഭയങ്കര മോശമായിരുന്നു അല്ലെ. പക്ഷെ ലാസ്റ്റ് വന്ന ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ, അയാൾ പ്രായം കൊണ്ട് വലിയ ആളാണ്, അതായത് ഒരുപാട് വയസ്സുള്ള ആളാണ്, പക്ഷെ അയാൾക്കായിരുന്നു ആരോഗ്യം കൂടുതൽ.
അപ്പൊ ഒരു ഡിഫറൻസ് വരുന്നില്ല ഇവിടെ. അപ്പൊ അത് ചോദിക്കുന്നുണ്ട്, റൈറ്റ് ഡിസ്ക്രിപ്ഷൻ അബൌട്ട് ദ ഓൾഡ് പേഴ്സൺ ആൻഡ് ദ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ. ഓൾഡ് പെസന്റും, അതായത് ആദ്യം വന്ന ആളും ഈ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ മുതുമുത്തശ്ശൻ തമ്മിലൊരു ഡിഫറൻസിന്റെ ഒരു ഡിസ്ക്രിപ്ഷൻ എഴുതാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഓൾഡ് പെസന്റ് എങ്ങനെയായിരുന്നു? ദ ഓൾഡ് പെസന്റ് ഹാസ് പുവർ ഐസൈറ്റ്. ആദ്യം വന്ന ആൾക്ക് കാഴ്ചശക്തിയൊന്നും തീരെയില്ല, പുവർ, കാഴ്ചശക്തി കുറവായിരുന്നു. ഹി ഈസ് ഗ്രീഡി, ലേസി ആൻഡ് അൺഹെൽത്തി. അദ്ദേഹം ഗ്രീഡി ആയിരുന്നു, ലേസി ആയിരുന്നു, ആൻഡ് അൺഹെൽത്തി, ആരോഗ്യവാനൊന്നും അല്ല അല്ലെ. നടന്നു വന്നതൊക്കെ എങ്ങനെയാണ്? രണ്ട് ഊന്നൽ വഴികളുടെ സഹായത്തോടെയാണ് അയാൾ നടന്നു വന്നത്. ഹീസ് ഇറേഷണൽ ആൻഡ് സെൽഫിഷ്. ആള് ഇറേഷണൽ, സെൽഫിഷ് ആണ് അല്ലെ, സ്വാർത്ഥനാണ്. അതൊക്കെ ഇയാളുടെ സംസാരത്തിൽ നിന്ന് പാഠം മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. ഹീസ് ടൂത്ത്ലെസ്. അദ്ദേഹത്തിന് പല്ലൊന്നും ഇല്ലായിരുന്നു. ആൻഡ് ഹിസ് സ്പീച്ച് ഈസ് ഇൻഡിസ്റ്റിക്ട്. അയാൾ പറയുന്ന കാര്യം മനസ്സിലാക്കാനും പറ്റുന്നില്ല. അയാൾ പല്ലില്ലാത്തത് കൊണ്ട് പറയുന്നത് കാര്യം മനസ്സിലായി വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റുന്നില്ല. ഹീസ് ഡെഫ് ടു. അയാള് ചെവിക്ക് കേൾവിക്കുറവുമുള്ള ആളായിരുന്നു. ഇനി ദ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ, ഈ മുതുമുത്തശ്ശൻ എങ്ങനെയാണ്? ദ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ഈസ് എ ജനറസ് മാൻ. അയാൾ ഭയങ്കര ജനറസ് മാൻ ആണ്, ഭയങ്കര ആരോഗ്യവാൻ, ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു മാൻ ആയിരുന്നു. വിത്ത് ബ്രൈറ്റ് ഐസൈറ്റ്. നല്ല കാഴ്ചശക്തി ഉണ്ടല്ലേ. മറ്റേ ആൾക്ക് തീരെ കാഴ്ചശക്തി ഇല്ല, ഇയാൾക്ക് നല്ല കാഴ്ചശക്തി ഉണ്ട്. ആൻഡ് ഷാർപ്പ് ഇയേഴ്സ്. അയാൾക്ക് നല്ല കേൾവിശക്തി ഉണ്ടല്ലേ, ഷാർപ്പാണ്, ഇയേഴ്സ് ഒക്കെ ഷാർപ്പാണ്. നമ്മൾ പറയുന്നതൊക്കെ കേൾക്കാനും അതിന് റിപ്ലൈ തരാനൊക്കെ ഇയാൾക്ക് പറ്റും. ഹി ഈസ് ഹാർഡ് വർക്കിംഗ് ആൻഡ് ഹെൽത്തി. അയാൾ നന്നായിട്ട് കഠിനാധ്വാനം ചെയ്യുന്നയാളാണ് അല്ലെ. അയാൾ ലാസ്റ്റ് പറയുന്നുണ്ട്, അയാൾ നന്നായിട്ട് കഠിനാധ്വാനം ചെയ്ത് ജീവിച്ചയാളാണ്. ആൻഡ് ഹെൽത്തി, ഭയങ്കര ആരോഗ്യവാനും കൂടിയിട്ടാണ് അല്ലെ. ഹി ഈസ് റേഷണൽ ആൻഡ് അൺസെൽഫിഷ്. റേഷണൽ എന്ന് പറഞ്ഞാല് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സഹജീവികളോട് കാണിക്കുന്ന ഒരു അനുകമ്പൊക്കെ ഇല്ലേ, അതൊക്കെ ഇയാൾക്കുണ്ട്. ആൻഡ് അൺസെൽഫിഷ്, സ്വാർത്ഥനൊന്നുമല്ല, എല്ലാവരോടും കൈൻഡ്, ദയോടെ പെരുമാറുന്നയാൾ ആയിരുന്നു. ഹിസ് സ്പീച്ച് ഈസ് ക്വൈറ്റ് ക്ലിയർ. അദ്ദേഹം സംസാരിക്കുന്ന കാര്യമൊക്കെ ഭയങ്കര ക്ലിയർ ആയിരുന്നു, നമുക്കൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിൽ ആഡ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, ഞാൻ വിട്ടുപോയതാണ്. ഇവര് നടന്നു വന്നപ്പോ ഞാൻ പറഞ്ഞില്ലേ, ഫസ്റ്റിലെ പ്രസന്റ് നടന്നു വന്നപ്പോ അയാള് രണ്ട് ഊന്നൽവടികളുടെ സഹായത്തോടെയാണ് നടന്നു വന്നത്. ലാസ്റ്റിൽ വന്ന ആൾ വന്നത് എങ്ങനെയാണ്? ഊന്നുവടികളൊന്നും ഇല്ലാണ്ട് ഭയങ്കര ഹെൽത്തി ആയിട്ട് അയാളുടെ സ്വന്തം കാലുകൊണ്ടാണ് നടന്നു വന്നത്. അപ്പൊ ഇയാളുടെ ഹെൽത്തി അല്ല ഇവിടെ കാണിക്കുന്നത്. അപ്പൊ അതും കൂടെ ആഡ് ചെയ്യാം കേട്ടോ. അപ്പൊ ഈ ചാപ്റ്ററിൽ നിന്ന് ഇത്രയേ ഉള്ളൂ. ദ ഗ്രെയിൻ ആസ് ബിഗ് ആസ് എ ഹെൻസ് എഗ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിലെ ഒരു സ്പീച്ചും അതുപോലെ തന്നെ ഈ രണ്ട് പെസൻസിന്റെ ആ ഒരു ഡിസ്ക്രിപ്ഷനും കൂടെ ഒന്ന് മനസ്സിലാക്കി വെക്കാം കേട്ടോ. ഇനി നെക്സ്റ്റ് വരുന്നത് ക്ലവർ കാർല എന്ന് പറയുന്ന ഒരു പ്ലേ ആണ്, ഒരു നാടകമാണ്, ഒരു കോൺവെർസേഷൻ ആണ്. ക്ലവർ കാർല, ബുദ്ധിമതിയായ കാർല എന്നാണ് നമ്മുടെ ചാപ്റ്ററിന്റെ നെയിം വരുന്നത്. ഈ ചാപ്റ്ററിൽ കാർല എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഉണ്ട്. അവളുടെ അച്ഛൻ ഒരു ഫാർമർ ആണ്. അവള് അച്ഛനെ സഹായിക്കുന്നുണ്ട്, ജോലിയിലൊക്കെ സഹായിക്കുന്നുണ്ട്. അവളുടെ അച്ഛൻ എന്തുണ്ട്, വെജിറ്റബിൾസ്, ഫ്രഷ് വെജിറ്റബിൾസും അതുപോലെ തന്നെ ഗ്രെയിൻസ്, ധാന്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അത് മാർക്കറ്റിൽ പോയി വിൽക്കുന്ന ജോലിയാണ് അവളുടെ അച്ഛന്. അപ്പൊ അതിനെല്ലാം അവൾ അച്ഛനെ സഹായിക്കാറുണ്ട്. ഇങ്ങനെ ഈ ഗ്രെയിൻസ് ഒക്കെ എടുത്തു വെക്കാനും അതുപോലെ തന്നെ വെള്ളം, ചെടിക്ക് വെള്ളം നനച്ചു കൊടുക്കാൻ, അങ്ങനത്തെ ചെറിയ ചെറിയ ഹെൽപ്പിംഗ് ഒക്കെ ഇവൾ ചെയ്യാറുണ്ട്. ഇവളൊരു ഗുഡ് ഗേൾ ആണ് അല്ലെ. ഹെൽപ്പ്, പാരന്റ്സിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു മെന്റാലിറ്റി ഉള്ള ഒരാളാണ്. അപ്പോ അങ്ങനെ ഒരു ദിവസം കാർലയുടെ അച്ഛന് ഈ മാർക്കറ്റിലോട് പോവാണ്. ഈ മാർക്കറ്റിലോട് പോകുന്ന സമയത്ത് കാർലയോട് പറയാണ്, കാർല ഞാൻ വേഗം വരും, കൈ നിറയെ കാശുമായിട്ട്, കൈ നിറയെ പണമായിട്ട് ഞാൻ വൈകുന്നേരത്തിനുള്ളിൽ വരും. അപ്പോ ഗുഡ് ലക്ക് ഒക്കെ പറഞ്ഞിട്ട് കാർല വിഷ് ചെയ്തുകൊണ്ട് പപ്പയെ പറഞ്ഞയക്കാണ് മാർക്കറ്റിലോട്ട്. അങ്ങനെ മാർക്കറ്റിൽ എത്തുന്ന സമയത്ത് ഒരു സംഭവം നടക്കുന്നുണ്ട് അല്ലെ. എന്താണ്? മാർക്കറ്റിൽ എത്തുന്ന സമയത്ത് ഒരു മെർച്ചന്റ്, ഒരു കച്ചവടക്കാരൻ കാർലയുടെ പപ്പയെ, ഈ ഫാർമറിനെ കണ്ടുമുട്ടാണ്. അങ്ങനെ ഈ ഫാർമറിനോട് ചോദിക്കുന്നുണ്ട്, എന്താ ഫാർമറുടെ വണ്ടിയിൽ, ഉന്തുവണ്ടിയിൽ ഈ ഗ്രെയിൻസ്, ധാന്യവും അതുപോലെ തന്നെ ഈ പച്ചക്കറികളൊക്കെ കണ്ടിട്ട് ഇയാൾ ചോദിക്കുകയാണ്, നല്ല പച്ചക്കറികളാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ ഒരു കൈ നിറയെ ഹാൻഡ്ഫുൾ ഓഫ് ഗ്രെയിൻസ് എടുക്കുകയാണ്. കുറച്ച് ധാന്യം കയ്യിൽ പിടിക്കാനായിട്ട് അയാൾ ചോദിക്കുകയാണ്, ഇതിനെല്ലാം കൂടെ എത്രയാണെന്ന് ചോദിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഫാർമർ എന്താ വിചാരിച്ചത്? ഈ ഉന്തുവണ്ടിയിലുള്ള ഈ ഗ്രെയിൻസിന് എത്രയാണ് എന്നാണ് അയാൾ, ഇതിനെല്ലാം കൂടെ എന്ന് ചോദിച്ചപ്പോ ഈ ഉന്തുവണ്ടിയിലുള്ള ഈ ഗ്രെയിൻസിനെല്ലാം കൂടെ എത്രയായിരിക്കും എന്നാണ് നമ്മുടെ ഫാർമർ വിചാരിച്ചത്. അപ്പൊ അയാൾ പറയാണ് 20 കോപ്പർ പീസസ് ഫോർ എവറിത്തിങ്. എല്ലാത്തിനും പാടെ 20 ചെമ്പ് നാണയമാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോ അയാൾ പറയാണ്, മെർച്ചന്റ് പറയാണ്, ആ ഓക്കെ എന്നാ ഇതൊരു ഡീലാക്കാം എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഡീലാക്കാം എന്ന് പറഞ്ഞതിന് ശേഷം ഇയാൾ പെട്ടെന്ന് ഈ വണ്ടിയിലോട്ട് അങ്ങോട്ട് ചാടിക്കയറും. അപ്പൊ നമ്മുടെ ഫാർമറിന് എന്താണ് കാര്യം എന്താണെന്ന് മനസ്സിലായില്ല. എന്നിട്ട് ഫാർമറിനോട് പറയാണ്, ഇനി നിങ്ങൾ ഇറങ്ങിക്കോളൂ, ഇതെല്ലാം എന്റേതാണ്, നിങ്ങൾ പറഞ്ഞില്ലേ എല്ലാം കൂടെ 20 ചെമ്പ് നാണയമാണെന്ന് പറഞ്ഞില്ല, അതുകൊണ്ട് ഇതെല്ലാം എനിക്ക് തരണം എന്ന് പറയാണ്. അപ്പൊ കാർലയുടെ പപ്പ ആകെ വിഷമിച്ചു. കാരണം അയാൾ വിചാരിച്ചത് ഈ ധാന്യത്തിന് മാത്രമാണ് ഇത്രയും പൈസ എന്നാണ്.
പക്ഷെ മറ്റേയാള് ഒരു കണ്ണിങ്, ഒരു ക്ലവർ, ഒരു ബുദ്ധി കാണിച്ചതാണ് അവിടെ. ബുദ്ധിയല്ല, അതിബുദ്ധിയാണ് കാണിച്ചത്. ഒരു ചീറ്റ് ചെയ്യുന്ന രീതിയിലായിപ്പോയി അല്ലെ ഫാർമറിനെ. കാരണം അയാൾ വിചാരിച്ചത് ധാന്യത്തിന് മാത്രമാണ് ഇത്രയും പൈസ എന്നാണ്. പക്ഷെ ഇയാള് പറഞ്ഞത് ഈ ഹോസ്, ഈ കുതിരയും ഈ വണ്ടിയും അതുപോലെ തന്നെ ഇതിലുള്ള ബാക്കി എല്ലാ സാധനങ്ങളും എല്ലാം എനിക്കുള്ളതാണ്. ഞാൻ എല്ലാത്തിനും കൂടെ എത്രയാന്നല്ല ചോദിച്ചത്. അപ്പൊ അതെല്ലാം വിടുമെന്ന് പറയാണ്. അങ്ങനെ അവരൊരു തർക്കത്തിൽ എത്തുന്നുണ്ട്. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ആർഗ്യൂ ചെയ്ത് അവസാനം അവരൊരു ജഡ്ജിന്റെ അടുത്ത് പോയി. ജഡ്ജ് എന്ന് പറഞ്ഞാൽ നിയമം പാസ്സാക്കുന്ന ആളല്ലേ. ആരാണോ നിയമത്തിനെതിരായി നിൽക്കുന്നത് അപ്പൊ നമ്മൾ പോകുന്നതല്ലേ ജഡ്ജിന്റെ അടുത്തിട്ട്. അപ്പൊ ജഡ്ജ് പറയുന്നുണ്ട്, നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഒരു ഡീല് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും പറഞ്ഞതുപോലെ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഫാർമർ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ പറഞ്ഞിട്ടില്ല എന്നൊന്നും പറയുന്നില്ല കേട്ടോ. ഫാർമർ സത്യസന്ധമായിട്ട് തന്നെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെ ഫാർമറിന് അത് കൊടുക്കേണ്ടി വരികയാണ് അവസാനം. ഫാർമർ ഭയങ്കര വിഷമത്തോടെ വീട്ടിലോട്ട് തിരിച്ചു പോകുന്നുണ്ട്. അങ്ങനെ വീട്ടിലെത്തുന്ന സമയത്ത് കാർല ചോദിക്കാണ്, എന്ത് പറ്റി പപ്പ? കാർല പപ്പയെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കല്ലേ, വൈകുന്നേരത്തിനുള്ളിൽ വരുമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പപ്പയോട് എന്ത് പറ്റിയെന്ന് ചോദിക്കുന്ന സമയത്ത് പപ്പ പറയാണ്, ഇങ്ങനെ ഒരു മെർച്ചന്റ് വന്നു എന്നെ ഇങ്ങനെ ചീറ്റ് ചെയ്തു എന്ന് പറഞ്ഞ്. പപ്പ എന്താണോ സംഭവിച്ചത് ആ ഒരു സ്ട്രീറ്റിൽ, ആ ഒരു മാർക്കറ്റിൽ എന്താണോ സംഭവിച്ചത് അതുപോലെ തന്നെ ഈ ഫാർമർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ കാർല പറയാണ്, സാരമില്ല, നമുക്ക് ശരിയാക്കാം, നാളെ ഞാൻ പോകാം, മാർക്കറ്റിലോട്ട് പോകാം എന്ന് പറഞ്ഞിട്ട് കാർല പപ്പയെ സമാധാനിപ്പിക്കാണ്. അങ്ങനെ പിറ്റേന്ന് സീൻ 4 നടക്കുന്നത്, പിറ്റേന്ന് കാർല എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് റൈപ്പ് വാട്ടർ മെലൺസ്, നല്ല പഴുത്ത തണ്ണിമത്തനൊക്കെ പറിച്ച് കുട്ടയിലാക്കിയിട്ട് അവള് മാർക്കറ്റിലോട്ട് പോവാണ്. അങ്ങനെ മാർക്കറ്റിലോട്ട് പോകുന്ന സമയത്ത് തലേ ദിവസം കാർലയുടെ പപ്പയെ, കാർലയുടെ ഫാദറിനെ പറ്റിച്ച അതേ മെർച്ചന്റ് ഇല്ലേ, ആ ഒരു മെർച്ചന്റ് തന്നെ കാർലയുടെ അടുത്തോട്ടും വരികയാണ്. എന്നിട്ട് കാർലയോട് ചോദിക്കാണ്, കാർലയുടെ ആ ഒരു ബാസ്ക്കറ്റിൽ നിന്ന് 2 വാട്ടർമെലൻസ് എടുത്തിട്ട് ചോദിക്കുന്നുണ്ട്, ഇതിനെല്ലാം കൂടെ എത്രയാന്ന് ചോദിക്കാണ്. അപ്പൊ കാർലയ്ക്ക് മനസ്സിലാകും ഇയാൾ തന്നെയാണ് അതെന്ന് മനസ്സിലായിട്ട് കാർല എന്ത് ചെയ്യും, കാർല ഒരു ട്രിക്ക് ഉപയോഗിക്കാണ് അവിടെ. എന്താണ്, കാർല ചോദിക്കാണ്, നിങ്ങൾ എനിക്ക് എത്ര തരും, ഹൗ മച്ച് വിൽ യു ഗിവ് മീ, നിങ്ങൾ എനിക്ക് എത്ര പൈസ തരും എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ മെർച്ചന്റ് പറയാണ്, എന്റെ കയ്യിൽ 3 ചെമ്പ് നാണയം, 3 കോപ്പർ കോയിൻസേ ഉള്ളൂ, അത് തരാമെന്ന് പറയുന്നത്. അപ്പോ കാർല തിരിച്ചു ചോദിക്കാണ്, എവറിത്തിങ് ഇൻ യുവർ ഹാൻഡ്, നിങ്ങളെ കയ്യിലുള്ളത് എല്ലാം ഇതാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അയാള്, ഇതാണ് എന്റെ കയ്യിലുള്ളതെല്ലാം എന്ന് പറഞ്ഞിട്ട് ആ 3 ചെമ്പ് നാണയങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് കൈ നീട്ടുകയാണ്. ആ കൈ നീട്ടുന്ന സമയത്ത് അയാളുടെ കയ്യിൽ 3 നല്ല ഭംഗിയുള്ള ലവ്ലി 3 റിങ്സ് ഉണ്ടാവും, 3 മോതിരങ്ങൾ ഉണ്ടാവും, റിങ്സ്. അപ്പൊ കാർല പറയാണ്, എനിക്ക് അതും കൂടെ വേണം, കാരണം നല്ല ഭംഗിയുണ്ട്, നിങ്ങളെ കയ്യിലുള്ളത് എല്ലാം തരുമെന്ന് പറഞ്ഞതല്ലേ, അത് നിങ്ങളെ കയ്യിലുള്ളതല്ലേ, അപ്പൊ അതും കൂടെ എനിക്ക് തരണമെന്ന് പറയാണ്. അപ്പൊ നമ്മുടെ മെർച്ചന്റ് ആകെ ഒന്ന് ഷോക്കായി പോകും. കാരണം പെട്ടെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ അയാൾക്ക് അത് ഭയങ്കര പ്രിയപ്പെട്ടതായിരിക്കും. അങ്ങനെ അയാള് അപ്പൊ കാർല പറയാണ്, നിങ്ങൾ ഡീല് പറഞ്ഞാൽ ഡീലാണ്, കാരണം ഒരു ഡീൽ വെക്കുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു വെക്കുമ്പോ അത് ചീറ്റ് ചെയ്യാൻ പാടില്ല. അപ്പൊ നിങ്ങൾ തരണം, നിങ്ങളെ കയ്യിലുള്ളതെല്ലാം തരുമെന്ന് പറഞ്ഞല്ലേ, അതുകൊണ്ട് എനിക്ക് തന്നേ പറ്റൂ എന്ന് കാർല പറയാണ്. അങ്ങനെ ഇയാൾ സങ്കടത്തോടെ കണ്ണീരോടെയാണ് ആ ഒരു മോതിരങ്ങൾ ഊരി കൊടുക്കുന്നത്. ആ ഒരു കണ്ണീര് കണ്ടിട്ട് കാർല എന്ത് ചെയ്യാണ്, കാർലയ്ക്കൊരു കാർല ഭയങ്കര, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കാർല ഭയങ്കര ഹെൽപ്പിംഗ് വുമൺ ആണ്, അതുപോലെ തന്നെ നല്ല മനസ്സാണ് അവൾ, ഭയങ്കര കൈൻഡ് ആണ് ആൾ, ദയൊക്കെ തോന്നുന്ന ഒരാളാണ്. അപ്പൊ കാർലയ്ക്ക് അയാളുടെ ആ ഒരു സങ്കടം കണ്ടിട്ട്, ഒരു കണ്ണീര് കണ്ടിട്ട് സഹിക്കാതെ കാർല പറയും, ആ മോതിരം തിരിച്ച് അയാൾക്ക് തന്നെ കൊടുക്കുകയാണ്. എനിക്ക് നിങ്ങളെ മോതിരം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചു കൊടുക്കുകയാണ്. ആ മോതിരം തിരിച്ച് അയാൾക്ക് തന്നെ കയ്യിൽ വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് അവള് പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ ചാപ്റ്ററിന്റെ ലാസ്റ്റിൽ പറയുന്നുണ്ട്, ഐ ക്യാൻ ചീറ്റ് എനിബഡി ആസ് യു ഡിഡ്, നിങ്ങൾ ചെയ്ത പോലെ എനിക്കൊരാളെയും ചതിക്കാൻ വേണ്ടിയിട്ട് പറ്റൂല. മൈ ഫാദർ ടോട്ട് മീ നോട്ട് ടു ഹാം എനിബഡി, എന്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, ആർക്കും ഒരാൾക്കും ഉപദ്രവം ചെയ്യരുത് എന്ന് എന്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ടേക്ക് യുവർ റിങ്സ് ബാക്ക്, നിങ്ങളുടെ ഈ മോതിരം നിങ്ങൾ തിരിച്ചെടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് കാർല ആ 3 മോതിരങ്ങൾ അയാൾക്ക് തിരിച്ചു കൊടുക്കുകയാണ്. അപ്പൊ കാർലയും ആ ഒരു മെർച്ചന്റും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ആണ് ഇവിടെ കാണിക്കുന്നത് അല്ലെ. തലേന്ന് ദിവസം കാർലയുടെ ഫാദറിനെ, ആ ഫാർമറിനെ ഈ മെർച്ചന്റ് പറ്റിച്ചില്ലേ, ഇന്ന് അതേ മെർച്ചന്റിനെ പറ്റിക്കാൻ ഒരു അവസരം കിട്ടിയിട്ടും കാർല എന്താ ചെയ്തത്, അയാൾക്ക് ഒരു ലെസൺ, ഒരു പാഠം പഠിപ്പിച്ചു കൊടുക്കൽ ചെയ്തത്. എന്താണ്, ആരെയും ഉപദ്രവിക്കരുത്, ആരെയും പറ്റിക്കരുത്, നല്ല രീതിയിൽ ജോലി ചെയ്ത് മുന്നോട്ട് പോകണം എന്നുള്ളൊരു മെസ്സേജ് ആണ് കാർല അയാൾക്ക് കൊടുത്തത്. അപ്പൊ ഇവിടെ നമുക്ക് തരുന്ന ഒരു മെസ്സേജ് എന്താണ്, ഡോണ്ട് ചീറ്റ് എനിബഡി, ആരെയും നമ്മൾ ഉപദ്രവിക്കരുത്, ആരെയും നമ്മൾ ചതിക്കരുത്. ആൻഡ് നോട്ട് ടു ഹാം എനിബഡി, ആരെയും നമ്മൾ ഉപദ്രവിക്കുകയും ചെയ്യരുത്. നമ്മൾ സത്യസന്ധമായിട്ട് വളർന്നു വരണം, ആരെയും വിഷമിപ്പിക്കാനോ അതുപോലെ തന്നെ ആരെയും ഉപദ്രവിക്കാനോ നമ്മൾ ശ്രമിക്കരുത്. അതുപോലെ തന്നെ പാരന്റ്സിനെ ഹെൽപ്പ് ചെയ്യണം എന്നുള്ളൊരു മെസ്സേജ് കൂടി ഇതിട്ട് തരുന്നുണ്ട്.
കാർല പാരന്റ്സിനൊക്കെ ഹെൽപ്പ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരാളല്ലേ, അതുപോലെ തന്നെ ആയിരിക്കണം നമ്മളും പാരന്റ്സിനൊക്കെ ഹെൽപ്പ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കണം എന്നുള്ളൊരു മെസ്സേജ് ആണ് ഇതിലൂടെ തരുന്നത്. അപ്പൊ ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്നത് ഒരു കോൺവെർസേഷൻ ആണ്. കോൺവെർസേഷൻ എന്ന് പറഞ്ഞാല് കോൺവെർസേഷൻ ബിറ്റ്വീൻ കാർല ആൻഡ് മെർച്ചന്റ്. കാർലയും മെർച്ചന്റും സ്ട്രീറ്റിൽ നിന്ന് കണ്ടുമുട്ടുന്നില്ല, ആ ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. ടെക്സ്റ്റിൽ അതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. പേജ് 122 ആൻഡ് 123 ഇത് കൊടുത്തിട്ടുള്ളത് കാർലയും മെർച്ചനും തമ്മിലുള്ള കോൺവെർസേഷൻ ആണ്. അപ്പൊ അത് അതുപോലെ തന്നെ പഠിച്ചു പോയിട്ടില്ലെങ്കിലും ചെറിയ രീതിയിൽ ഹായ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു രീതിയിൽ ലാസ്റ്റ് മെസ്സേജ് എന്തായാലും കൊടുക്കണേ. ഡോണ്ട് ചീറ്റ് എനിബഡി ആൻഡ് മൈ ഫാദർ ടോട്ട് മീ നോട്ട് ടു ഹാം എനിബഡി. ആ മെസ്സേജ് കൊടുത്തിട്ട് ഒന്ന് നിർത്തുന്ന രീതിയിൽ ഒരു കോൺവെർസേഷൻ പഠിച്ചു വെക്കാം. ആൻഡ് പിന്നെ വരുന്നത് നമ്മുടെ കാർലയും ഫാർമറും, അതായത് ഈ മെർച്ചന്റ് ചീറ്റ് ചെയ്തില്ലേ, അതിനുശേഷം ഭയങ്കര സങ്കടത്തോടെ നമ്മുടെ ഫാർമർ വീട്ടിലോട്ട് പോയില്ലേ, അവിടെ വെച്ചിട്ട് നടന്ന സംഭവങ്ങൾ എന്തൊക്കെയാന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു കോൺവെർസേഷൻ. അപ്പൊ ഈ ചാപ്റ്ററിൽ നിന്ന് പോസിബിൾ കോൺവെർസേഷൻ ആണ്. അപ്പൊ നിങ്ങൾ ചാപ്റ്റർ നന്നായിട്ട് നോക്കി പോവാ. ചാപ്റ്ററിൽ വരുന്നത് വെറും 3 ക്യാരക്ടേഴ്സ് ആണ്. ഇന്ന് നമ്മുടെ ഫാർമറുടെ മകളാണ് ഈ കാർല. പിന്നെ വരുന്നത് ഒരു മെർച്ചന്റ് ആണ്. ഈ മെർച്ചന്റ് ചീറ്റ് ചെയ്യാണ് അല്ലെ, ഫാർമറിനെ അതുപോലെ തന്നെ കാർലയും ചീറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ കാർല വിട്ടുകൊടുക്കുന്നില്ല അല്ലെ. അപ്പൊ ഈ ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ. ഇതിൽ നിന്ന് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് കോൺവെർസേഷൻ ആണ്. ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്നത് ലാസ്റ്റ് ചാപ്റ്റർ ആണ്, ദ പ്ലോമാൻ എന്ന് പറയുന്ന ഒരു പോയമാണ്. ഈ പോയം ഒരു സിമ്പിൾ പോയമാണ്. ഒരു പ്ലോമാൻ എന്ന് പറഞ്ഞാൽ ആരാണ്? പാടത്ത് ജോലിയൊക്കെ ചെയ്യുന്ന ഒരു കർഷകനില്ലേ, കർഷകനല്ല, പാടം ഉഴുതു മറിക്കുന്ന ഒരാളാണ് പ്ലോമാൻ എന്ന് പറയുന്നത്. നമുക്കിവിടെ കർഷകനായിട്ട് തന്നെ കണക്കാക്കാം. പാടത്തിലൊരു പിക്ചർ കൊടുത്തിട്ടുണ്ട് പ്ലോമാന്റെ, നമുക്ക് നോക്കി മനസ്സിലാവുന്നില്ല, നമുക്ക് ഉഴുതു മറിക്കുന്ന ഒരാളാണ് പ്ലോമാൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ പോയത്തിലൂടെ പറയുന്നത് എന്താണ്? അബൌട്ട് എ ഫാമേഴ്സ് ലൈഫ്. ഒരു കർഷകന്റെ ജീവിതമാണ് ഈ ഒരു പോയത്തിലൂടെ കാണിച്ചു തരുന്നത്. ഹാർഡ് വർക്കിംഗ്, അയാളുടെ കഠിനാധ്വാനം, ആൻഡ് ലിവിങ്, അയാളുടെ ജീവിത രീതിയും കഠിനാധ്വാനം ഒക്കെയാണ് ഈ ഒരു പോയത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. ദെയർ ലേബർ ബ്രിങ്സ് എവ്രി വൺസ് ഫുഡ്. അവർ അധ്വാനിച്ചത് കൊണ്ടാണ്, അവരുടെ ലേബർ അധ്വാനം കൊണ്ടാണ് നമുക്ക് ഫുഡ് കിട്ടുന്നത് അല്ലെ. ഫാർമർ അധ്വാനിച്ചു കൊണ്ടുവരുന്ന ഫുഡല്ലേ നമ്മൾ കഴിക്കുന്നത്. ഈ ലോകത്ത് ഫാർമേഴ്സ് ഇല്ലായിരുന്നെങ്കിലോ നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റുമായിരുന്നോ? ഇല്ല. അവരധ്വാനിച്ച് അവരുടെ ജോലി അവരെടുത്തിട്ടില്ല നമുക്ക് ഫുഡ് കിട്ടുന്നത്. അതാ പറയുന്നത് their labor brings everyone's food. എല്ലാവർക്കും ഭക്ഷണം കൊണ്ടുവരുന്നത് അവരുടെ കഠിനാധ്വാനമാണ്. ഈവൻ ഇഫ് ഇറ്റ് ഈസ് ഫാമേഴ്സ് ഫുഡ്. അത് ആരുടെയൊക്കെ ഭക്ഷണമാണ്? സാധാരണ നിലയിലുള്ള കർഷകരുടെ ഭക്ഷണം മുതൽ ടു ദ കിങ്സ് റോയൽ ഫുഡ്, ആഡംബരമായി ജീവിക്കുന്ന രാജാവിന്റെ ഭക്ഷണം വരെ ഉണ്ടാക്കുന്നത് ആരാണ്? ഫാർമർ ആണല്ലേ. അവര് ജോലി എടുത്തത് കൊണ്ടാണ് ഇങ്ങനെയൊരു ഫുഡൊക്കെ നമുക്ക് രാജാവ് മുതൽ അല്ല കർഷകൻ മുതൽ രാജാവ് വരെ ഈ ഒരു ഫുഡ് കിട്ടുന്നത് കർഷകർ ജോലി എടുത്തത് കൊണ്ട് മാത്രമാണ് എന്നാണ് പറഞ്ഞൊരു മെസ്സേജാണ് ഇതിലൂടെ തരുന്നത്. അപ്പൊ ഈ ചാപ്റ്ററിൽ പറയുന്നത് ആകെ 2 സ്റ്റാൻസാസേ ഉള്ളൂ, സ്മോൾ പോയിന്റ്. 2 സ്റ്റാൻസാസേ ഉള്ളൂ. ആദ്യത്തെ സ്റ്റാൻസയിൽ പറയുന്നത് കർഷകരുടെ ആ ശക്തിയുള്ള ആ ഒരു ഉറച്ച കൈകൾ കൊണ്ടുള്ള അധ്വാനം കൊണ്ടാണ് നമുക്ക് ഫുഡ് കിട്ടുന്നത്. അത് ആരുടെ ഫുഡ് മുതലാണ്? കർഷകരുടെ ലോ ലെവലിൽ നിൽക്കുന്ന കർഷകരുടെ ഫുഡ് മുതൽ ഹൈ ലെവലിൽ, അതായത് രാജാവിന്റെ ആഡംബര നിലയിൽ ജീവിക്കുന്ന രാജാവിന്റെ ഭക്ഷണം വരെ ഉണ്ടാക്കിയെടുക്കുന്നത് കർഷകരാണ് എന്ന് പറയുന്നുണ്ട്. പിന്നെ പറയാണ് ആ ഒരു ഫീൽഡ്, അവർ ജോലി എടുക്കുന്ന ഫീൽഡ് ഒരു പേജ് പോലെയാണ്, ഒരു പുസ്തകത്തിന്റെ പേജ് പോലെയാണ് അവർ ജോലി എടുക്കുന്ന ആ ഒരു ഫീൽഡ്. ആ ഒരു പേജിൽ നമ്മൾ ലെറ്റേഴ്സ് കൊണ്ടുപോയിട്ട്, അതായത് നമ്മൾ എഴുതുന്ന ലെറ്റേഴ്സ് ഇല്ലേ, ആ ലെറ്റേഴ്സ് ആണ് അവരുടെ ആ ഒരു വിത്ത്, സീഡ്സ്. അപ്പോ ആ ഒരു പാടത്ത് വിളയുന്ന ലെറ്റേഴ്സ്, ആ ഒരു സീഡ്സ് ആണ് പിന്നീട് എന്തായിട്ട് മാറുന്നത്? വലിയ വലിയ ട്രീസ് ആയിട്ടും അതുപോലെ തന്നെ വലിയ വലിയ ഗ്രെയിൻസ്, ധാന്യങ്ങളൊക്കെ ആയിട്ട് പിന്നീട് മാറുന്നത് അവരുടെ ഒരു കഠിനാധ്വാനത്തിലൂടെയാണ്. ആ ഒരു സീഡ്സ്, ആ ഒരു വിത്തുകളൊക്കെ നല്ല വിളകളായിട്ട് മാറുന്നത്, പച്ചപ്പ് ആയി മാറുന്നത്, അതായത് ഫുഡ് നമുക്ക് കിട്ടുന്ന രീതിയിലായിട്ട് മാറുന്നത്. പിന്നെ പറയാണ് നമുക്ക് വിശപ്പ് എന്ന നമ്മുടെ ആ ഒരു ഫസ്റ്റ് പാഠത്ത് നമുക്ക് പഠിപ്പിച്ചു തന്നത് ആരാണ്? കർഷകരാണ്. അതുപോലെ തന്നെ ദൈവത്തിന്റെ നിയമമാണ് മണ്ണിൽ ജോലി ചെയ്യണം എന്നുള്ളത്. അത് ആരുമായിട്ടുള്ള കരാറാണ്? മണ്ണിന്റെ കരാറാണ്. ദൈവവുമായിട്ടുള്ള കരാറാണ് മണ്ണിൽ ജോലി ചെയ്യണം എന്നുള്ളത്. അത് അവർക്ക് ചെയ്തേ പറ്റൂ. അതായത് അവര് അവരുടെ ജോലി ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. സിമ്പിൾ പോയമാണ്. അതായത് അവരുള്ളത് കൊണ്ടാണ് നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റുന്നത്. അവരില്ലായിരുന്നെങ്കിൽ നമുക്ക് ഫുഡൊന്നും കഴിക്കാൻ കിട്ടൂല എന്നുള്ളൊരു മെസ്സേജ് അതിലൂടെ തരുന്നത്. അപ്പോ ഇതിന് സമ്മറൈസിങ് ഇത്രയേ ഉള്ളൂ. ചാപ്റ്ററിൽ അധികം ക്വസ്റ്റ്യൻസ് ഒന്നും കണ്ടിട്ടില്ല. പിന്നെ പോയംസ് ആകുമ്പോൾ ഒരു ഇമ്പോർട്ടന്റ് കാര്യം നോക്കേണ്ടത്, പോയം നന്നായിട്ട് വായിക്കുക. പോയം കഴിഞ്ഞിട്ടുള്ള 2-3 ക്വസ്റ്റ്യൻസ് തരും. അപ്പൊ ഈ ചാപ്റ്ററിൽ അതിന്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒന്നും അധികം ഇല്ല.
അപ്പൊ നിങ്ങൾ ഈ പോയം അതുപോലെ തന്നെ നന്നായിട്ട് വായിച്ചു പോവുക. നമുക്ക് 2 പോയംസ് ആണ് പഠിക്കാനുള്ളത്. ഒന്ന് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്ത ദ മൗണ്ടെയിൻ ആൻഡ് ദ സ്ക്വിറൽ എന്ന് പറയുന്ന പോയവും ദ പ്ലോമാൻ എന്ന് പറയുന്ന ഈ ഒരു പോയം. ബാക്കിയെല്ലാം സ്റ്റോറീസ് ആണ്. സോ കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പോസ്റ്റർ മേക്കിംഗ്. ഇവിടെ പോസ്റ്റർ മേക്കിംഗ് ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. The Echo Club of your school has decided to conduct a poster making competition on the topic Save Water. നിങ്ങളെ സ്കൂളിലെ എക്കോ ക്ലബ്ബ്, അതായത് നേച്ചർ ക്ലബ്ബ് ഉണ്ടാവില്ലേ, നേച്ചർ ബേസ്ഡ് ആയിട്ട് നടക്കുന്ന ക്ലബ്ബാണ് എക്കോ ക്ലബ്ബ് എന്ന് പറയുന്നത്. ആ ക്ലബ്ബ് ഒരു പോസ്റ്റർ മേക്കിംഗ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നുണ്ട്. എന്താണ് ടോപ്പിക്? സേവ് വാട്ടർ, വെള്ളം സംരക്ഷിക്കണം എന്നുള്ള ടോപ്പിക്കിലാണ് നമുക്കൊരു പോസ്റ്റർ ഉണ്ടാക്കേണ്ടത്. പ്രിപ്പയർ ദ പോസ്റ്റർ. അപ്പൊ നിങ്ങളോട് ആ ഒരു കോമ്പറ്റീഷൻ നടക്കുന്ന സ്ഥിതിക്ക് നിങ്ങൾ അതിൽ പങ്കെടുക്കുകയാണ്. അപ്പൊ ആ പങ്കെടുക്കുന്ന ആൾ എന്നുള്ള രീതിയിൽ നിങ്ങൾ ഒരു പോസ്റ്റർ ഉണ്ടാക്കുക. അപ്പൊ എന്താണ് ടോപ്പിക്? സേവ് വാട്ടർ. അപ്പൊ ഇവിടെ ഈ പോസ്റ്റർ കൊടുത്തത് കണ്ടില്ലേ? ഇങ്ങനെയാണ് ഒരു പോസ്റ്റർ ഉണ്ടാക്കുക. നമ്മൾ മാർജിൻ ഒക്കെ വരച്ചിട്ട് ഒരു ബോക്സിനുള്ളിലാണ് നമ്മൾ പോസ്റ്റർ ചെയ്യേണ്ടത്. പോസ്റ്റർ ചെയ്യുമ്പോൾ നമുക്ക് തന്ന ടോപ്പിക് എന്താണോ ആ ടോപ്പിക് മേലാണ് നമ്മൾ പോസ്റ്റർ ചെയ്യേണ്ടത്. ആ ടോപ്പിക്കായിട്ട് ബേസ് ചെയ്തിട്ടുള്ള എന്ത് പിക്ചേഴ്സ് നിങ്ങൾക്ക് ഐഡിയാസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അവിടെ കൊടുക്കാവുന്നതാണ്. ഇവിടെ സേവ് വാട്ടർ എന്ന് പറയുമ്പോൾ ദാ ഇവിടെ ഒരു പൈപ്പ് വരച്ചിട്ടുണ്ട്. ഒരു പൈപ്പിൽ താഴെ കൂടെ വെള്ളം വരുന്നതും അതുപോലെ തന്നെ ആ വെള്ളത്തിന്റെ ഭാഗമായിട്ട് വെള്ളം തട്ടിയിട്ട് ഒരു ചെടി ഉയർന്നു വരുന്നതും, അങ്ങനെ ചെടി ഉയർന്നു വന്നാലേ നമുക്ക് ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പൊ പറയാണ് ഇവിടെ സേവ് വാട്ടർ സേവ് ലൈഫ്. ജലം സംരക്ഷിക്കൂ, അതുപോലെ തന്നെ ജീവൻ നിലനിർത്തൂ, ജീവനും സംരക്ഷിക്കൂ എന്നുള്ള രീതിയിലാണ്. അപ്പൊ ഇങ്ങനെ ഒരു പോസ്റ്റർ തരാണെങ്കിൽ സിമ്പിൾ ആണ്. ആദ്യം ഒരു കോളം വരയ്ക്കുക, എന്നിട്ട് എന്താണ് നമുക്ക് ടോപ്പിക് തന്നിട്ടുള്ളത് ആ ടോപ്പിക് നല്ല വൃത്തിയിൽ നല്ല കട്ടിയിൽ ഹെഡിങ് ആക്കിയിട്ട് എഴുതുക. ഇവിടെ സേവ് വാട്ടർ സേവ് ലൈഫ് എന്ന് കൊടുത്ത പോലെ അതിന് സൈഡിൽ തന്നെ കൊടുക്കണം എന്നില്ല കേട്ടോ. നിങ്ങൾക്ക് മേലെ ഫസ്റ്റിൽ സെന്റർ ടോപ്പിലാക്കിയിട്ട് കൊടുക്കാം. പിന്നെ താഴെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ മെസ്സേജസോ അങ്ങനെ വല്ലതും തരികയാണെങ്കിൽ പിക്ചേഴ്സ് എന്തെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. സാധാരണ കണ്ടുവരുന്ന ഒന്നാണ് നമ്മുടെ പ്രൊട്ടക്ട് നേച്ചർ എന്നുള്ള ഒരു തീമിൽ ചെയ്യാൻ പറയുന്നത്. പ്രൊട്ടക്ട് നേച്ചർ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഡോണ്ട് കട്ട് ട്രീസ്, മരം മുറിച്ച് കളയരുത്, സേവ് നേച്ചർ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കൊടുക്കാം. ഇവിടെ ഈ സേവ് വാട്ടർ എന്ന് പറഞ്ഞതുപോലെ സേവ് നേച്ചർ, പ്രകൃതിയെ സംരക്ഷിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ട്രീയുടെ ചിത്രമൊക്കെ വരയ്ക്കുക, അങ്ങനെ കളർഫുൾ ഒക്കെ ആക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പൊ നിങ്ങൾ മാക്സിമം നല്ല രീതിക്ക് പോസ്റ്റർ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ട് പറ്റും. ആൻഡ് നല്ല വൃത്തിയിൽ ചെയ്യാട്ടോ. പോസ്റ്ററിന് എന്തായാലും എല്ലാവർക്കും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഉറപ്പുള്ളൊരു കാര്യമാണ്. അപ്പൊ അത് ഇത്രയേ ഉള്ളൂ. പിന്നെ ലാസ്റ്റിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാറുണ്ട്. ലാസ്റ്റിൽ ഒരു എഡിറ്റിംഗ്, ഒരു ചെറിയ പാസേജ് തരും. ആ പാസേജിൽ കുറച്ച് വേർഡ്സ് എറർ ആക്കിയിട്ട് തരും, അതായത് തെറ്റിച്ച് കൊടുത്തിരിക്കും. നിങ്ങളോട് അതൊന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ട് പറയാറുണ്ട്. ഇവിടെ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. റീഡ് ദ പാസേജ് ആൻഡ് എഡിറ്റ് ദ അണ്ടർലൈൻഡ് വേർഡ്സ്. ഏതാണ് നമ്മുടെ ഇപ്പൊ നേരത്തെ പറഞ്ഞത് ഗ്രീൻ ആസ് ബിഗ് ആസ് എ ഹെൻസെക് എന്ന് പറഞ്ഞ ചാപ്റ്റർ ഇല്ലേ, ആ ചാപ്റ്ററിലെ ഒരു 2 സെന്റൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. The king sent for the man's father. They find him and brought before him the king. He entered walking easily without crutches. അപ്പൊ അവിടെ എന്താണ് മിസ്റ്റേക്ക്? ഫസ്റ്റിലെ ദ എന്നുള്ള മിസ്റ്റേക്ക് ഉണ്ടല്ലേ, അതെന്തുകൊണ്ടാണ് മിസ്റ്റേക്ക് വരാൻ കാരണം? നമ്മളൊരു സെന്റൻസ് തുടങ്ങുന്ന സമയത്ത് സ്മോൾ ലെറ്ററിൽ തുടങ്ങാൻ പാടുണ്ടോ? ഇല്ല. നമ്മൾ ഏതൊരു സെന്റൻസ് തുടങ്ങുന്ന സമയത്തും അത് ക്യാപിറ്റൽ ലെറ്ററിലാണ് സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അതാണ് അവിടെ ഒരു ലൈന് കൊടുത്തിരിക്കുന്നത്. അണ്ടർലൈൻ ചെയ്ത എല്ലാ വേർഡ്സും എറർ ആയിരിക്കും. അപ്പൊ ഫസ്റ്റിലെ എറർ എന്താണ്? അണ്ടർലൈൻ ചെയ്തത് ദ എന്ന് പറഞ്ഞ ടി സ്മോൾ ലെറ്റർ ആണല്ലോ അവിടെ കൊടുത്തിരിക്കുന്നത്, അവിടെ ക്യാപിറ്റൽ ലെറ്റർ ആണ് വേണ്ടത്. അതാണ് ഫസ്റ്റ് മിസ്റ്റേക്ക്. പിന്നെ രണ്ടാമത് വരുന്നത് ദേ ഫൈൻഡ് ഹിം എന്നുള്ളിടത്താണ് അല്ലെ. അവിടെ ഫൈൻഡ് എന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കുക എന്നല്ലേ. ഇവിടെ എന്താണ്? ദേ ഫൈൻഡ് ഹിം, അവരവരെ കണ്ടുപിടിച്ചു എന്നാണ്. അപ്പൊ കണ്ടുപിടിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ V2 ഫോം അല്ല ഉപയോഗിക്കേണ്ടത്. നമ്മൾ V2 പാസ്റ്റ് ടെൻസ് പറയുമ്പോൾ V2 ഫോം ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പൊ നമ്മൾ ദേ ഫൗണ്ട് ഹിം. ഫൈൻഡിന്റെ പാസ്റ്റ് എന്താണ്? V2 ഫോം ഫൗണ്ട് ആണ് അല്ലെ. ഫൗണ്ട് ഹിം എന്നാണ് പറയേണ്ടത്. ആൻഡ് ബ്രോട്ട് ബിഫോർ ഹിം എന്നല്ല പറഞ്ഞത്, ബ്രോട്ട് ബിഫോർ ഹിം ദ കിങ്. അവിടെ സെന്റൻസിൽ മിസ്റ്റേക്ക് എന്താണ്? റീഅറേഞ്ച്മെന്റ് ആണ്. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും അറേഞ്ച് ചെയ്യുന്നതിനുള്ള ഒരു മിസ്റ്റേക്ക് ആണ്. നമ്മൾ സെന്റൻസ് പറയുമ്പോൾ ബ്രോട്ട് ഹിം ബിഫോർ എന്നാണ് വേണ്ടത്. ഇവിടെ ബിഫോർ ഹിം എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഹിം ബിഫോർ എന്നാക്കണം. ആൻഡ് നെക്സ്റ്റ് വരുന്നതും സെയിം തന്നെയാണ്. ഹി എന്റേർഡ് എന്ന് പറഞ്ഞ നമ്മൾ പങ്ക്ച്വേഷൻ, അതായത് ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞ് നെക്സ്റ്റ് സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ബിഗ് ലെറ്റേഴ്സിൽ ക്യാപിറ്റൽ ലെറ്റേഴ്സിലായിരിക്കും സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ ഹി എന്ന് കൊടുത്തിരിക്കുന്നത് സ്മോൾ ലെറ്ററിലാണ്. അതുകൊണ്ടാണ് ഇവിടെ നമ്മളൊരു എറർ വന്നിരിക്കുന്നത്. അപ്പൊ അത് ക്യാപിറ്റൽ ലെറ്ററിലാക്കുക ഹി എന്നുള്ളത്. ദെൻ
ഹി എൻഡേർഡ് വാക്കിംഗ് ഈസിലി വിത്തൗട്ട് ക്രച്ചസ്. ആ ക്രച്ചസ് എന്നുള്ളത് ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്. സാധാരണ നിങ്ങൾക്ക് വരുന്ന മിസ്റ്റേക്സ് എന്ന് പറയുന്നത് ഒന്ന് ഇതുപോലെ പങ്ക്ച്വേഷൻ, അതായത് ഫുൾ സ്റ്റോപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് സെന്റൻസ് തുടങ്ങുന്ന സമയത്ത് സ്മോൾ ലെറ്റേഴ്സ് തരും, അത് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആക്കാനാണ് ഒന്നുണ്ടാവാറ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ പാസ്റ്റ് ഉള്ളത് സെന്റൻസിൽ കൊടുക്കും, അത് പാസ്റ്റ് ആക്കണമെങ്കിൽ നിങ്ങൾ V2 V3 ഫോംസ് ഉപയോഗിക്കുക. പിന്നെ അതുപോലെ തന്നെ സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ആണ് സാധാരണ പൊതുവേ കണ്ടുവരാറുള്ള ഒന്നാണ് സ്പെല്ലിംഗ് മിസ്റ്റേക്സ്. അപ്പൊ ഇവിടെ നോക്കൂ, ക്രച്ചസ് എന്നുള്ള സ്പെല്ലിംഗ് CRUCHTES എന്നാണ് കൊടുത്തിരിക്കുന്നത്. കറക്റ്റ് സ്പെല്ലിംഗ് എന്താണ്? ക്രച്ചസ് എന്ന് പറയുമ്പോൾ CRUTCHES എന്നാണ് അല്ലെ. അപ്പൊ സ്പെല്ലിംഗ് മിസ്റ്റേക്കും കൂടെ, സ്പെല്ലിംഗും അത്യാവശ്യം നന്നായിട്ട് പഠിച്ചു പോകണം ഓരോ വേർഡ്സ് പഠിക്കുമ്പോഴും. അപ്പൊ ഇത്രയേ ഉള്ളൂ എഡിറ്റിംഗിൽ വരുന്നത്. സോ നമ്മുടെ ക്രിസ്മസ് എക്സാമിന് വേണ്ടിയിട്ടുള്ള ഫുൾ ചാപ്റ്റേഴ്സ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ നോട്ട്സ് നിങ്ങൾക്ക് ഞാൻ ഗ്രൂപ്പിലൂടെ പ്രൊവൈഡ് ചെയ്യും കേട്ടോ. സോ ഇത്രയേ ഉള്ളൂ. ഫസ്റ്റിൽ വരുന്നത് ദ മൗണ്ടൈൻ ആൻഡ് ദ സ്ക്വിറൽ, എഴുതിയിരിക്കുന്നത് റാൽഫ് വാൽഡോ എമേഴ്സൺ ആണ്. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുകയാണ് നിങ്ങൾ അപ്രീസിയേഷൻ തന്നെയാണ്. അപ്രീസിയേഷൻ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. ആൻഡ് സെക്കൻഡ് വരുന്നത് ദ റൈറ്റ്ഫുൾ ഇൻഹെറിറ്റേഴ്സ് ഓഫ് ദി എർത്ത്, ഭൂമിയുടെ യഥാർത്ഥ അവകാശികൾ എന്ന് പറയുന്ന ഒരു സ്റ്റോറിയാണ്. വൈക്കം മുഹമ്മദ് ബഷീറും വൈഫും അതുപോലെ തന്നെ ഒരു കസിനും ആണ് ആ ഒരു സ്റ്റോറിയിലെ ക്യാരക്ടേഴ്സ്. അതിലെ മെയിൻ മെസ്സേജ് തീം എന്താണ്? ഓൾ ലിവിംഗ് ബീങ്സ് ആർ ദ റൈറ്റ്ഫുൾ ഇൻഹെറിറ്റേഴ്സ് ഓഫ് ദി എർത്ത്, എല്ലാ ജീവജാലങ്ങളുമാണ് ഭൂമിയുടെ യഥാർത്ഥ അവകാശികൾ എന്നുള്ളൊരു മെസ്സേജ് ആണ് അതിലൂടെ തരുന്നത്. അപ്പൊ അതിൽ നമ്മൾ ഫസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ട കാര്യം ഒന്ന് കോൺവെർസേഷൻ ആണ്. കോൺവെർസേഷൻ ബിറ്റ്വീൻ ബഷീറും വൈഫും തമ്മിലുള്ള കോൺവെർസേഷൻ നോക്കാം. അതുപോലെ തന്നെ ബഷീറിന്റെ വൈഫിന്റെ കസിനും അതുപോലെ വില്ലേജേഴ്സും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ നമ്മളിവിടെ ഒന്ന് ഓൾറെഡി ഡിസ്കസ് ചെയ്തു. വില്ലേജറും കസിനും തമ്മിലുള്ള കോൺവെർസേഷൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ആൻഡ് നെക്സ്റ്റ് വരുന്നത് ഇതിൽ നിന്നൊരു പോസ്റ്ററും കൂടെ പോസിബിൾ ആണ്. നേരത്തെ പറഞ്ഞല്ലോ ഇതൊരു പ്രകൃതിയെ സംരക്ഷിക്കുന്ന ഒരു പാഠമല്ലേ, അതായത് ആനിമൽസും ക്രിയേച്ചേഴ്സിനൊക്കെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു ചാപ്റ്റർ അല്ലേ. അപ്പൊ ആ ഒരു രീതിക്ക് ഒരു പോസ്റ്ററും കൂടെ ഇവിടെ നിന്ന് പോസിബിൾ ആണ്. പിന്നെ നെക്സ്റ്റ് ചാപ്റ്റർ വരുന്നത് ദ ബുക്ക് ഓഫ് നേച്ചർ, ജവഹർലാൽ നെഹ്റു എഴുതിയിട്ടുള്ള പ്രകൃതിയുടെ പുസ്തകം എന്ന് പറയുന്ന ഒരു ലെറ്റർ ഫോമിലുള്ള ഒരു സ്റ്റോറിയാണ്. ജവഹർലാൽ നെഹ്റു 12 വയസ്സ് മാത്രം പ്രായമുള്ള മകൾ ഇന്ദിരയ്ക്ക് എഴുതിയിട്ടുള്ള ഒരു സ്റ്റോറിയാണത്. ഈ ലെറ്റർ എഴുതുന്ന സമയത്ത് നെഹ്റു അലഹാബാദിലും ഇന്ദിര മസൂറിയിലുമായിരുന്നു. അപ്പൊ ഇതിൽ നിന്ന് വരുന്നത് ഒന്ന് പോസ്റ്റർ ആണ്, പ്രകൃതിയെ സംരക്ഷിക്കണം എന്നുള്ള തീമിൽ ഒരു പോസ്റ്റർ ചെയ്യാനാണ്. ആൻഡ് സെക്കൻഡ് വരുന്നത് റീഅറേഞ്ചിങ് സെന്റൻസസ് ആണ്. ഇതിലൊരു പെബിള്, ഒരു കല്ല് ഉണ്ടായിട്ടുള്ള ഒരു കഥ പറയുന്നുണ്ട്. ആ ഒരു കഥ ജംബിൾഡ് ഓർഡറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തരും, എന്നിട്ട് നിങ്ങൾ അത് റീഅറേഞ്ച് ചെയ്ത് എഴുതുക എന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആൻഡ് ലാസ്റ്റിൽ വരുന്നത് ദ ഗ്രെയിൻ ആസ് ബിഗ് ആസ് എ ഹെൻസിഗ് എന്ന് പറയുന്ന നെക്സ്റ്റ് ചാപ്റ്റർ ആണ്. ഇത് എഴുതിയിരിക്കുന്നത് ലിയോ ടോൾസ്റ്റോയ് ആണ്. ഇതിൽ ഒരു ധാന്യത്തിന്റെ കഥ പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ 2 ജനറേഷൻ തമ്മിലുള്ള ഡിഫറൻസ് ആണ് കാണിച്ചു തരുന്നത്. അതിലുള്ള ഗ്രാൻഡ് ഫാദറിന്റെ ആ ഒരു ജനറേഷനും ഇന്നത്തെ കാലത്തുള്ള മനുഷ്യരുടെ നമ്മുടെ ഒരു ജനറേഷൻ തമ്മിലുള്ള ഡിഫറൻസ്. നമ്മൾ അധ്വാനിച്ച് ജീവിക്കുന്നില്ല, അവരുടെ കാലത്ത് അവർ അധ്വാനിച്ച് അവരുടേതായ രീതിയിൽ അവർ ജീവിച്ചിരുന്നു. നമ്മുടെ കാലത്ത് നമ്മൾ എല്ലാത്തിനും മറ്റുള്ളവരെ ആശ്രയിക്കുന്നു, നമ്മൾ നമ്മുടേതായിട്ടൊന്നും അധ്വാനിച്ച് ജീവിക്കുന്നില്ല എന്നൊരു മെസ്സേജ് ഇതിലൂടെ കാണിച്ചു തരുന്നുണ്ട് അല്ലെ. അപ്പൊ അതിൽ സ്പീച്ച് ആണ് ഇമ്പോർട്ടൻസ്. നമ്മുടെ ലൈഫും അവരുടെ ലൈഫും തമ്മിലുള്ള ഡിഫറൻസ് വെച്ചിട്ട് സ്പീച്ച് ആണ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ആൻഡ് നെക്സ്റ്റ് വരുന്നത് ഡിസ്ക്രിപ്ഷൻ ആണ്. ആ ഫസ്റ്റ് വന്നിട്ടുള്ള ഓൾഡ് ആയിട്ടുള്ള ആ ഒരു ഫാർമർ, ആ ഒരു കർഷകന്റെയും അവസാനം വന്നിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ആ ഒരു ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ മുതുമുത്തശ്ശന്റെയും ഒരു ഡിസ്ക്രിപ്ഷൻ ആണ്. ആൻഡ് നെക്സ്റ്റ് ചാപ്റ്റർ ക്ലവർ കാർല എന്ന് പറഞ്ഞൊരു കോൺവെർസേഷണൽ ടൈപ്പ് പ്ലേ ആണ്. ഇതിലൊരു ഫാർമറും മെർച്ചന്റും അതുപോലെ തന്നെ കാർലയുമാണ് ക്യാരക്ടേഴ്സ് വരുന്നത്. ആദ്യം ഫാർമറും മെർച്ചന്റും അവരുടെ ജീവിത രീതിയൊക്കെ പറയുന്നുണ്ടല്ലോ, അവരിങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് ഫാർമറും മെർച്ചന്റും തമ്മിലുള്ള കോൺവെർസേഷൻ ആണ്. അവിടെ വെച്ചിട്ട് മെർച്ചന്റിനെ ഫാർമറിന് ചീറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഫാർമർ സങ്കടത്തോടെ വീട്ടിലോട്ട് വരുന്നുണ്ട്. പിന്നീട് കാർല സഹായിക്കുന്ന ഒരു ഭാഗമാണല്ലേ കാണിക്കുന്നത്. അപ്പോൾ ചാപ്റ്ററിൽ നിന്ന് ഇമ്പോർട്ടന്റ് കോൺവെർസേഷൻ തന്നെയാണ്. ആ ചാപ്റ്റർ മൊത്തം കോൺവെർസേഷൻ ആണ്. ചാപ്റ്റർ നന്നായിട്ട് വായിച്ചിട്ട് തന്നെ പോവുക എന്ന് നമുക്ക് ഏത് ക്വസ്റ്റ്യനും എഴുതാനായിട്ട് പറ്റും. ആൻഡ് നെക്സ്റ്റ് വരുന്നത് ദ പ്ലോമാൻ എന്ന് പറയുന്നൊരു പോയമാണ്. പോയത്തിലൂടെ ഒരു ഫാർമറിന്റെ ജീവിതവും അദ്ദേഹത്തിന്റെ ആ ഹാർഡ് വർക്കിങ്ങും ഒക്കെയാണ് കാണിച്ചു തരുന്നത്. അയാളാണ് താഴെ നിലയിൽ ജീവിക്കുന്ന കർഷകന്റെ ഭക്ഷണം മുതൽ വലിയ ഉയർന്ന പദവിയിൽ ജീവിക്കുന്ന രാജാവിന്റെ ഭക്ഷണം വരെ ഉണ്ടാക്കി കൊണ്ടുവരുന്നത് ഈ ഒരു കർഷകനാണ്. പിന്നീട് പറഞ്ഞത് ഒരു പോസ്റ്റർ മേക്കിംഗ് ആണ്. പോസ്റ്റർ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു കോളത്തിൽ ഒരു പെട്ടിയിൽ ഒരു റെക്ടാംഗിൾ ഷേപ്പിൽ ഒരു പെട്ടി ആയിരിക്കും എപ്പോഴും, എന്നിട്ട് അതിലായിരിക്കണം ഒരു പോസ്റ്റർ ഒക്കെ വരയ്ക്കേണ്ടത് കേട്ടോ.
സ്കെയിലൊക്കെ ഉപയോഗിച്ച് വരയ്ക്കുക. നമ്മുടെ ഡിസൈനിങ്ങിനൊക്കെ മാർക്ക് ഉണ്ടാവുന്നതാണ്. സോ നിങ്ങൾ കളർഫുൾ ആക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാക്സിമം കളർഫുൾ ആക്കുക. അതോടൊപ്പം തന്നെ ടോപ്പിക് എന്താണോ തരുന്നത് ആ ടോപ്പിക്കിനനുസരിച്ചിട്ട് നമുക്കൊരു എന്തെങ്കിലും ഇമേജസോ അല്ലെങ്കിൽ എന്തെങ്കിലും വരയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഇപ്പൊ സേവ് വാട്ടർ എന്നൊക്കെ പറയുമ്പോൾ എന്തെങ്കിലും വെള്ളത്തിന്റെ ടാപ്പ് വരയ്ക്കുക, ഒരു വെള്ളം വീഴുന്നത് ചിത്രം വരയ്ക്കുക, അതെല്ലാം നേച്ചർ പ്രൊട്ടക്റ്റിങ് അങ്ങനെയൊക്കെ ആണെങ്കിൽ ട്രീ വരയ്ക്കുക, അതൊക്കെ പോസിബിൾ അല്ലേ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും വരച്ചിട്ട് റെഡി ആയി നിൽക്കാം കേട്ടോ. അപ്പോ പോസിബിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഏതൊരു ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് ഇങ്ങനെയൊക്കെ എഴുതാൻ പറ്റൂലേ, സേവ് വാട്ടർ, സേവ് നേച്ചർ, അങ്ങനെയൊക്കെ. അപ്പൊ അങ്ങനത്തെ കുറച്ച് പഠിച്ചു പോവുക, സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ. നെക്സ്റ്റ് വന്നത് ഒരു എഡിറ്റിംഗ് ആണ്. എഡിറ്റിംഗ് നമ്മൾ പറഞ്ഞു ഒന്ന് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് നോക്കണം. ദെൻ നമ്മൾ ഫുൾ സ്റ്റോപ്പ് ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ട് തുടങ്ങുന്ന സമയത്ത് ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കണം. പിന്നെ പാസ്റ്റ് ടെൻസ്, പ്രസന്റ് ടെൻസ് അതറിയില്ല, V1 V2 V3 ഫോം, അതും കൂടെ നോക്കിയിട്ട് പോവാം. നമ്മുടെ ചാപ്റ്ററിൽ നിന്ന് ഇത്രയേ വരുന്നുള്ളൂ. നമ്മൾ 2 and 3 ഫുള്ളി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ നോട്ട്സ് ഗ്രൂപ്പിലൂടെ പ്രൊവൈഡ് ചെയ്യും. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഡൗട്ട്സ് ഒന്നുമില്ല, ക്ലിയർ ആണെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം സെഷന്. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ട് എക്സാം എഴുതുക. പിന്നെ ഈ ഒരു നോട്ട്സ് നമ്മൾ ഗ്രൂപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ബൈ, താങ്ക് യു. എഡിറ്റിംഗ് ഒന്നുകൂടെ പറയുമോ? ഓക്കെ, അത് പറയണം, ഒന്നുകൂടെ പറയണം. എഡിറ്റിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മെയിൻലി വരുന്നത് ഒന്നെങ്കിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് ക്വസ്റ്റ്യൻസ് വരിക. അതായത് സ്പെല്ലിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിച്ചു കൊടുക്കും. അപ്പോ സ്പെല്ലിംഗ് കറക്റ്റ് ആക്കിയിട്ട് എഴുതാൻ വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഫുൾ സ്റ്റോപ്പ് ഒക്കെ ഇട്ട് കഴിഞ്ഞ് നമ്മൾ ഒരു സെന്റൻസ്, ഒരു വേർഡ് തുടങ്ങുന്ന സമയത്ത് ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ക്യാപിറ്റൽ ലെറ്ററിലാണ് സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അത് വേർഡ് ആയാലും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ക്യാപിറ്റൽ ലെറ്ററിലാണ് തുടങ്ങേണ്ടത്. അപ്പൊ ക്യാപിറ്റൽ ലെറ്ററിന് പകരം നിങ്ങൾക്ക് സ്മോൾ ലെറ്റർ ഒക്കെ തരും. അപ്പൊ ആ സ്മോൾ ലെറ്റർ ഒക്കെ ക്യാപിറ്റൽ ലെറ്റർ ആക്കുക എന്നുള്ളതാണ് മറ്റൊരു ഭാഗം. പിന്നീട് നിങ്ങൾക്ക് തരുന്ന ഒന്നാണ് പാസ്റ്റ് ടെൻസിൽ കഴിഞ്ഞു പോയ കാര്യമായിരിക്കും പറയുന്നത്, പക്ഷെ അത് പ്രസന്റ് ഫോമിലായിരിക്കും അതിന്റെ ടെൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ദേ ഫൈൻഡ് ഹിം എന്നായിരിക്കും, ഫൈൻഡ് എന്നല്ല വരിക. ഫൈൻഡിന്റെ പാസ്റ്റ് എന്ന് പറയുമ്പോൾ ഫൈൻഡ് ഫോർട്ട് എന്നല്ലേ. അപ്പൊ അവിടെ ഫോർട്ട് എന്നാണ് കൊടുക്കേണ്ടത്. സോറി, ഫൗണ്ട്. ഫൈൻഡ് ഫൗണ്ട് എന്നല്ലേ. അപ്പൊ ഫൗണ്ട് എന്നാണ് അവിടെ കൊടുക്കേണ്ടത്. അങ്ങനെ പാസ്റ്റും പ്രസന്റും ആ ഒരു ടെൻസിന്റെ ഫോം ഒന്ന് വരാറുണ്ട്. ആൻഡ് സ്പെല്ലിംഗ് മിസ്റ്റേക്കും പിന്നെ പങ്ക്ച്വേഷൻ കഴിഞ്ഞിട്ടുള്ള, അതായത് ഫുൾ സ്റ്റോപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് തുടങ്ങുന്നത് നമ്മൾ ക്യാപിറ്റൽ ലെറ്ററിൽ ആക്കുക എന്നുള്ളതാണ്. പിന്നെ ചിലപ്പോൾ ലെറ്റർ സെന്റൻസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടൊക്കെ കൊടുക്കാറുണ്ട്. അത്രയേ ഉള്ളൂ. എഡിറ്റിംഗ് പൊതുവെ സിമ്പിൾ ആക്കാറുണ്ട്, ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ഒന്നും ആക്കൂല. തോട്ട് വരുമോ എന്ന് ചോദിച്ചാൽ തോട്ട്സും അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടില്ല. ഞാൻ പ്രീവിയസ് ഇയേഴ്സിലെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ കൂട്ടിയിട്ടാണ് ഇങ്ങനെ ഒരു PDF ഉണ്ടാക്കിയത്. അപ്പോൾ തോട്ട്സും അങ്ങനെ ഒരുപാട് കണ്ടിട്ടില്ല. നിങ്ങൾക്ക് പൊതുവെ നിങ്ങളൊരു ഇന്റലിജൻസ് അനുസരിച്ചിട്ട് എഴുതാൻ പറ്റുന്ന രീതിയിൽ ഫസ്റ്റിൽ തന്നെ ഒരു കോംപ്രഹെൻഷൻ ക്വസ്റ്റ്യൻ ആണ് തരാം. ഞാൻ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മോഡൽ വേണമെങ്കിൽ ഒന്ന് കാണിച്ചു തരാം. കഴിഞ്ഞ മിഡ് ടേമിന് വന്നൊരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മോഡല് നോക്കാട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? ഇതിൽ കണ്ടോ, ഫസ്റ്റിലെ ആക്ടിവിറ്റീസ് കഴിഞ്ഞ കൊല്ലത്ത് 2023-24 ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതിൽ ഫസ്റ്റ് വരുന്നത് റീഡിംഗ് കോംപ്രഹെൻഷൻ ആണ്. അതായത് ഒരു സ്റ്റോറി കൊടുക്കും, ചെറിയൊരു സ്റ്റോറി കൊടുക്കും. ആ സ്റ്റോറി നിങ്ങൾ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. സ്റ്റോറി കഴിഞ്ഞിട്ട് ഇതാ ഒരു 5 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. 5 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ്. എനിക്ക് തോന്നുന്നത് 6 or 5 ആക്ടിവിറ്റീസ് ആണ് തരിക. അതിൽ നിന്ന് ഒരു ആക്ടിവിറ്റി സ്കിപ്പ് ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നത്. ചിലപ്പോൾ എല്ലാത്തിനും എഴുതേണ്ടി വരും, ക്വസ്റ്റ്യൻ പേപ്പറിനനുസരിച്ചിട്ടാണ്. ഇതിലൊരു ഫസ്റ്റിലൊരു സ്റ്റോറി കൊടുത്തിട്ടുണ്ട്. ഒരു ജോണും അതുപോലെ തന്നെ വിക്കിയും തമ്മിലുള്ള ഒരു സ്റ്റോറി കൊടുത്തിട്ടുണ്ട്. ഈ സ്റ്റോറി നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയിട്ട് താഴെയുള്ള 5 ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യുക എന്നുള്ളതാണ്. 1 word ക്വസ്റ്റ്യൻസ് ആണ്. ഡയറക്റ്റ് ആൻസർ എടുത്ത് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. സ്റ്റോറി നന്നായിട്ടൊന്ന് മനസ്സിരുത്തി വായിച്ചാൽ ബാക്കി എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ സെക്കൻഡ് വരുന്നത് ഒരു കോൺവെർസേഷൻ ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞ സെയിം ചാപ്റ്ററിൽ നിന്ന് തന്നെയാണ്, ദ റൈറ്റ്ഫുൾ ഇൻഹെറിറ്റേഴ്സ് ഓഫ് ദി എർത്ത്. ഈ ചാപ്റ്ററിൽ ബഷീറും വൈഫും തമ്മിൽ ഒരു കോൺവെർസേഷൻ എഴുതാനാണ്. അപ്പം ഫസ്റ്റിലെ ഒരു കോൺവെർസേഷൻ ഇവിടെ തന്നിട്ടുണ്ട്. ഫസ്റ്റിലെ സെന്റൻസ്, ഹേയ് വേർ ഈസ് അവർ കാറ്റ്, ഐ ഡിഡ് നോട്ട് സീ ഇറ്റ് സിൻസ് യെസ്റ്റർഡേ എന്ന് പറഞ്ഞൊരു സെന്റൻസ് തന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ബാക്കി ഈ കോണ്ടെക്സ്റ്റ് അനുസരിച്ചിട്ട് ഇവിടെ വായിച്ചു നോക്കുക. എന്താണോ കോണ്ടെക്സ്റ്റ് അതനുസരിച്ചിട്ട് നിങ്ങൾ എഴുതുക. ഒരു കോൺവെർസേഷൻ ആ ചാപ്റ്ററിൽ നിന്ന് മസ്റ്റ് ആണ് കേട്ടോ. ദ റൈറ്റ്ഫുൾ ഇൻഹെറിറ്റേഴ്സ് ഓഫ് ദി എർത്ത് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്ന് കോൺവെർസേഷൻ മസ്റ്റ് ആണ്. അപ്പൊ നിങ്ങൾ ആ പാഠം നന്നായിട്ട് വായിച്ചിട്ട് തന്നെ പോവുക. കോൺവെർസേഷൻ വരുന്ന രീതിയിൽ എങ്ങനെയൊക്കെയാണോ പോസിബിൾ എന്ന രീതിയിൽ നോക്കിയിട്ട് വായിച്ചിട്ട് തന്നെ പോവാ കേട്ടോ. നെക്സ്റ്റ് വരുന്നത് സ്റ്റോറി റൈറ്റിംഗ് ആണ്. ഒരു 4 പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ തന്നെ സ്വന്തം മനസ്സിലാക്കിയിട്ട് ഒരു പിക്ചറൊക്കെ ഒന്ന് അനലൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ. സിമ്പിൾ ആണല്ലേ. എന്താണ്, ഫസ്റ്റിൽ 2 കുട്ടികൾ സൈക്കിളിൽ പോകുന്നുണ്ട്. രണ്ടാമത്തേൽ ഒരു നായ ഒരു പൂച്ച അങ്ങനെ വന്നിട്ട് അറ്റാക്ക് ചെയ്യല മുന്നിലൂടെ ഓടണം. അപ്പൊ അവർ സ്റ്റക്കായി പോവാണ്. കാരണം മൂന്നാമത്തേൽ അവർ വീണ് പോവാണ്. നാലാമത്തേൽ അവര് ഹോസ്പിറ്റലൈസ്ഡ് ആവുകയാണ്.
അവരൊരു കാര്യം മനസ്സിലാക്കണം. അവർ പറഞ്ഞ കാര്യം കൂടെ നോക്കണേ. ഫസ്റ്റത്തേല് എന്തുകൊണ്ടാണ് നീ ഹെൽമെറ്റ് ധരിക്കാത്തതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ രണ്ടാമത്തേല് ആ പൂച്ച നായും കൂടെ ഓടിയ സമയത്ത് അവർ വീഴുന്നുണ്ട്. ആ വീഴുന്ന സമയത്ത് ഹെൽമെറ്റ് ധരിക്കാത്തത് കൊണ്ട് അവരുടെ തലയ്ക്ക് എന്തോ ആക്സിഡന്റ് പറ്റിയാണ്, എന്തോ മുറിവ് പറ്റിയാണ്. അപ്പൊ ലാസ്റ്റിൽ ഡോക്ടർ പറയുന്ന കാര്യം എന്താണ്? ഓൾവേസ് വിയർ എ ഹെൽമെറ്റ് വെൽ റൈഡിങ്. ഇങ്ങനെ വണ്ടിയൊക്കെ ഓടിക്കുന്ന സമയത്ത്, സൈക്കിൾ ആയാലും ബൈക്ക് ആയാലും എന്തായാലും വെഹിക്കിൾസ് ഓടിക്കുന്ന സമയത്ത് നമ്മൾ ഹെൽമെറ്റ് ധരിക്കണം. അതുകൊണ്ട് നമുക്ക് ഹെഡിനൊന്നും ഇഞ്ചുറി ആവാതെ രക്ഷപ്പെടാൻ പറ്റും എന്നുള്ള ഇതിലൊരു മെസ്സേജ് ആണ്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സ്റ്റോറി തരുമ്പം അതിൽ എന്താണോ എഴുതിയിരിക്കുന്നത് അതിൽ കൂടെ ചെയ്യാം ട്ടോ. ഒരു സ്റ്റോറി മനസ്സിലാക്കിയിട്ട് ഒരു ഡെവലപ്പ് ചെയ്യാൻ, ഒരു സ്റ്റോറി ഡെവലപ്പ് ചെയ്യാൻ പിക്ചേഴ്സ് നോക്കിയിട്ട്. ഇനി നെക്സ്റ്റ് വന്നൊരു പോസ്റ്റർ മേക്കിംഗ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പോസ്റ്റർ മേക്കിംഗ് നന്നായിട്ട് പ്രശ്നം വരാറുണ്ട്. പോയി നോക്കി പോവാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് പ്രിപ്പയർ എ കളർഫുൾ പോസ്റ്റർ ഓൺ ഇന്റർനാഷണൽ വർക്കേഴ്സ് ഡേ 2 days ക്യാപ്റ്റൻ ഇന്ത്യ പോസ്റ്റർ. ഇന്റർനാഷണൽ വർക്കേഴ്സ് ഡേ എന്നൊക്കെ എഴുതിയിട്ട് അതെന്താണ് മെയ് 1 മെയ് 1 ഇന്റർനാഷണൽ വർക്കേഴ്സ് ഡേ. നമുക്കൊരു കളർഫുൾ പോസ്റ്റർ ഒക്കെ വരയ്ക്കാം. നിങ്ങൾക്ക് പിക്ചേഴ്സ് അതിനൊന്നും കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾ ആ ക്യാപ്ഷൻ തന്നെ നല്ല രീതിയിൽ അടിപൊളിയാക്കി എഴുതാം ട്ടോ. നെക്സ്റ്റ് ഇതാ റീഅറേഞ്ച് ദ ഈവെന്റ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞതിലുണ്ട് ദ പെബിള്, ആ ഒരു ബുക്ക് ഓഫ് നേച്ചർ എന്ന് പറയുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ ആ ചാപ്റ്ററിൽ ആ ഒരു പെബിള് എങ്ങനെയാണ്, സോറി ഇതാ ചാപ്റ്റർ ഇതാ ക്വസ്റ്റ്യൻ അല്ല, വേറെ ക്വസ്റ്റ്യൻ പേപ്പറിലാണ്. ഇതിലൊരു റീഅറേഞ്ച്മെന്റ് ആണ്. ഇത് നിങ്ങൾക്ക് പഠിക്കാത്തൊരു ചാപ്റ്റർ ആണ്. ജസ്റ്റ് ഒരു സ്റ്റോറി കൊടുത്തിട്ടുണ്ട്, സ്റ്റോറി റീഅറേഞ്ച് ചെയ്യാനാണ്. വായിച്ചാൽ മനസ്സിലാവും. സിമ്പിൾ സ്റ്റോറി. ഫസ്റ്റിൽ അവിടെ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ഇവന്റ് ഈസ് ഗിവൺ. രാഹുൽ ഫൗണ്ട് എ പപ്പി ഓൺ ദ റോഡ് ഓൺ ദ വേ ബാക്ക് ഫ്രം ഹിസ് സ്കൂൾ. ബാക്കി അതുപോലെ വായിച്ചിട്ട് നിങ്ങളോട് കഥ ഫില്ല് ചെയ്യാനാണ്, സ്റ്റോറി ആണ് കേട്ടോ. ആൻഡ് സിക്സ്ത് പാസേജ് ദ എഡിറ്റിംഗ്. ഞാൻ ഈ ക്വസ്റ്റ്യൻ തന്നെയാണ് നിങ്ങൾക്ക് മറ്റേലും എടുത്തിട്ടുള്ളത്. ദ കിങ് സെന്റ് ഫോർ ദി മാൻസ് ഫാദർ, ദേ ഫൈൻഡ് ഹിം ആൻഡ് ബ്രോഡ് ബിഫോർ ഹിം. ഇത്രേ വരുന്നുള്ളൂ. 6 ആക്ടിവിറ്റീസ് ഉണ്ട്. ഇതിൽ 5 ആക്ടിവിറ്റീസ് ആണ് നിങ്ങൾക്ക് എഴുതേണ്ടി വരിക. സോറി 4 ആക്ടിവിറ്റീസ്. 4 ആക്ടിവിറ്റീസ് ആണ് നിങ്ങൾ എഴുതേണ്ടി വരിക. ഇവിടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കൊടുക്കും. ഇത് ഇത്രയേ ഉള്ളൂ. നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? സോഷ്യൽ സയൻസ് ക്ലാസ്, സോഷ്യൽ സയൻസ് ഒക്കെ ഓൾറെഡി ഡീൽ ചെയ്യുന്നുണ്ടല്ലോ ഗ്രൂപ്പിൽ. ഞാൻ ഇംഗ്ലീഷാണ് എടുക്കുന്നത്. നമുക്ക് ഇംഗ്ലീഷിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് എല്ലാവരും ലെഫ്റ്റ് അടിക്കാം കേട്ടോ. എക്സാം നന്നായിട്ട് എഴുതുക. ആൻഡ് ഈ നോട്ട്സ് ഞാൻ ഗ്രൂപ്പിൽ പ്രൊവൈഡ് ചെയ്യാം കേട്ടോ.